കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞങ്ങൾ സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് നമ്മുടെ കണ്ണൂര് പൊടിക്കുണ്ടിൽ ദേവപ്രിയ എന്ന വീട്ടിലാണ്. കണ്ണൂരിലെ രാഷ്ട്രീയ രംഗത്ത് 3.5 പതിറ്റാണ്ട് കാലമായി സക്രിയ സാന്നിധ്യമായ രാജീവൻ ഇളയാവൂരിൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം എന്ന് കരുതിയാണ് ഞങ്ങളിന്ന് വന്നിട്ട്. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് ഏതാണ്ട് 3.5 പതിറ്റാണ്ട് കാലം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്ന് കോൺഗ്രസിന്റെ KPCC അംഗമാണ് അദ്ദേഹം. അതിനൊക്കെ പുറമെ കേരള അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിയാണ്. K3 നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ മുന്നിലെത്തുന്ന പരസ്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്ന വലിയ ഒരു മേഖലയാണ്. ആ മേഖലയുടെ ഭരണതലപ്പത്ത് അദ്ദേഹമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം മലബാർ ദേവസ്വം ബോർഡ് സ്റ്റാഫ് INUC യൂണിയന്റെ ജില്ലാ പ്രസിഡന്റാണ്. കൂടെ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. ഇതിനൊക്കെ പുറമെ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് ജനിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിതാവിനോടൊപ്പം നില മുഴുകുന്ന ജോലി വരെ എടുത്തിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ നിന്ന് വളർന്ന് ഏതാണ്ട് 240 കോടിയുടെ വ്യവസായം എന്ന് ബിസിനസ് നടത്തുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്താണ്. അത് മറ്റൊന്നുമല്ല, കണ്ണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന് 239 കോടി രൂപയുടെ ബിസിനസ് നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ. അപ്പൊ അദ്ദേഹം വളർന്നു വന്ന വഴികൾ, അദ്ദേഹം കടന്നു വന്ന പാത പുതിയ തലമുറയ്ക്ക് അറിയേണ്ടതുണ്ട്, അറിയണം. അതിനുവേണ്ടി തന്നെയാണ് സക്സസ് സ്റ്റോറി രാജീവൻ ഇളയാവൂരിനെ തേടി എത്തിയിട്ടുള്ളത്. പ്രേക്ഷകർക്കും ഒപ്പം രാജീവൻ ഇളയാവൂരിനും സക്സസ് സ്റ്റോറിയിലേക്ക് രാജീവ്, എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? നമ്മള് ഈ ഓരോ ഇപ്പം താങ്കളെ പൊതുപ്രവർത്തകർ കാണുന്നു. ഇത്രയും വലിയൊരു സഹകരണ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് 250 കോടി ചെറിയ പൈസയല്ല. അപ്പൊ അതിന്റെ തലപ്പത്ത് താങ്കൾ ഇരിക്കുമ്പോൾ, അതുപോലെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന അതിന്റെ കമ്മിറ്റിയുടെ അംഗമായിരിക്കുന്നു. കോൺഗ്രസിന്റെയും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ അതിൻ്റെ ഒപ്പം നേതൃത്വ നിലയിലേക്ക് ഇപ്പൊ എങ്ങനെയാണ് ഒരാൾ ഈ നിലയിലേക്കൊക്കെ എത്തുക? ഒരു ദിവസം പൊട്ടിമുളച്ചതാണോ? അങ്ങനെ ഇന്ന് രാഷ്ട്രീയ നേതാക്കൾ പൊട്ടിമുളയ്ക്കുന്ന ഒരു കാലമാണ്. ബിസിനസ് രംഗത്തേക്ക് ഒറ്റ ദിവസം കൊണ്ട് രാഷ്ട്രീയത്തിൽ വന്ന നേതാക്കളാകുന്നവരുടെ കാലത്ത് താങ്കളെപ്പോലുള്ളവർ ഒരു കുട്ടികൾക്ക്, പുതിയ തലമുറയ്ക്ക് ഒരു പാഠമാണ്. അതുകൊണ്ട് തന്നെയാണ് താങ്കളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഒരാൾ തുടങ്ങുമ്പോൾ താങ്കൾ ജനിച്ചത് എവിടെയാണെന്നാണ് ആദ്യത്തെ എടുത്ത് ചോദിച്ചത്. ഞാൻ ഏതായാലും നിങ്ങൾ ഇതുപോലെ ഒരു ഏറ്റവും പ്രശസ്തമായ ഒരു ചാനലിൽ ഇത്തരമൊരു എന്നെപ്പോലുള്ള ഒരാളുടെ ഒരു അനുഭവ സമ്പത്ത് ചർച്ച ചെയ്യപ്പെടണമെന്ന് തീരുമാനമെടുത്ത നിങ്ങളോടുള്ള അഗേതമായ സ്നേഹവും നന്ദി ഞാൻ ആദ്യം രേഖപ്പെടുത്തും. അത് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളെ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മാത്രം നമ്മളെ ഒരു സ്വകാര്യ കാര്യങ്ങളായി മാത്രം സൂക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിനകത്ത് അത് പൊതുസമൂഹവുമായി ചർച്ച ചെയ്യാൻ കിട്ടുന്ന ഒരു നല്ല സന്ദർഭമായി ഞാനിതിനെ കാണുക. എൻ്റെ ജനനം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ തറവാട് അഴീക്കോട് പൂതപ്പാറയിലാണ്. പൂതപ്പാറയിലാണ് ഞാൻ ജനിച്ചതെങ്കിലും ഞാൻ വളർന്നതെല്ലാം അച്ഛൻ്റെ കൂടെ. അച്ഛൻ്റെ വീട് എളയാവൂരാണ്. അച്ഛൻ്റെ കൂടെയാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ ബാല്യവും യൗവനവും അതുപോലെയുള്ള ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം അച്ഛനോടൊപ്പമാണ്. അച്ഛനും അമ്മയൊക്കെ താമസിക്കുന്നത്, അമ്മയുടെ വീട് പൂതപ്പാറ എന്ന കാരണം കൊണ്ട് മാത്രം ജനനം അവിടെയാണെങ്കിലും ബാക്കിയുള്ള ജീവിതം എല്ലാം എളയാവൂരാണ്. എളയാവൂർ എന്ന് പറയുന്നത്, എളയാവൂർ നമ്മളൊരു ഗ്രാമപ്രദേശമാണ്. അവിടെയുള്ള അച്ഛൻ വളരെ പ്രയാസം അനുഭവിക്കുന്നത്. അച്ഛൻ്റെ പേര് രാജൻ, അമ്മയുടെ പേര് നളിനി. രാജൻ നളിനി ദമ്പതികളുടെ എത്ര മക്കളാണ്? 3 മക്കളാണ് നമ്മൾ. എത്രാമത്തെ ആളാണ്? ഞാൻ രണ്ടാമത്തെ ആള്. മൂത്ത ഏട്ടനാണ്. ഏട്ടൻ പക്ഷെങ്കിൽ ഏട്ടൻ ചെറുപ്പത്തിൽ തന്നെ അമ്മയുടെ വീട്ടിൽ തന്നെയാണ് അവൻ ജീവിച്ചു വന്നത്. അതിന് 2 കാരണം. ഒന്ന്, നമ്മുടെ വീട്ടിൽ ജീവിക്കുന്നതിൻ്റെ ഒരു പ്രാരാബ്ദം. അന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്. അന്ന് അച്ഛനും അച്ഛൻ്റെ ഏട്ടനും അച്ഛൻ്റെ അനിയന്മാരെല്ലാം താമസിക്കുമ്പോൾ ഒരു വീട്ടിലാണ്. ആ വീട്ടിൽ പിന്നെ പുതിയ ഒരു കുട്ടികൾ വരുമ്പം ഉണ്ടാകുന്ന അവർക്ക് ജീവിക്കാൻ പ്രയാസങ്ങൾ. ഒരു പഴയ തറവാട് വീടായത് പണ്ട് കാലത്തുള്ള. ആ തറവാട് വീടിൻ്റെ അകത്ത്, അപ്പോൾ നമ്മളെ അമ്മയുടെ വീടിൻ്റെ അകത്ത് ഒരു അമ്മയുടെ വീടിൻ്റെ അകത്ത് അവിടെ അമ്മയുടെ ചേച്ചിയുണ്ട്. നമ്മൾ മമ്മീന്നാണ് വിളിക്കുക. മൂത്തമ്മയാണ്. അവർക്ക് മക്കളില്ല, അവർ കല്യാണം കഴിച്ചിട്ടില്ല. അവർ ചെറുപ്പത്തിലെ ചെറിയ പ്രായത്തിൽ തന്നെ 2-ാം വയസ്സിൽ തന്നെ ഏട്ടനെ അവർ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവൻ്റെ ജീവിതം സേഫായിരുന്നു, സുഖമായിരുന്നു അവൻ്റെ ജീവിതം. അവരനിയത്തിൻ്റെ മകനെന്ന നിലയിൽ അവർ ഭയങ്കര സുരക്ഷിതത്വവും സ്നേഹവും ലാളനയൊക്കെ കൊടുത്ത്
നല്ല രീതിയിൽ അവന് വളരാൻ സ്വാതന്ത്ര്യത്തോടെ വളരാൻ അവിടെ സാധിച്ചു. ഏട്ടൻ എവിടെ എത്തി വളർന്നിട്ട്? അവനിപ്പോൾ ഒരു ഖത്തറിൽ ഒരു കമ്പനിക്കകത്ത് ഒരു മറ്റേ മൾട്ടി നമ്മളെ ഫ്ലാറ്റ് ഇതിലെ മാർക്കറ്റ് ഇതില്ലേ നമ്മളെ അവിടെ കമ്പനിയിൽ ജോലി ചെയ്തു. ഒരു കമ്പനി, അത് കമ്പനി രാധാകൃഷ്ണൻ. രണ്ടാമത്തെ നിങ്ങൾ, മൂന്നാമത്തെ ആള് അഞ്ചത്തി രജിത. അവരെന്ത് ചെയ്തു? അവളിപ്പം ഈ നമ്മളെ SBIയിൽ താൽക്കാലികമായിട്ടുള്ള മാനേജ് അവിടെ ഒരു സീപ്പർ തസ്തികക്കകത്ത് ടെമ്പററി ആയി ജോലി ചെയ്തു. ഇപ്പം താങ്കൾ ഇളയാവൂരിലെ അച്ഛനോടൊപ്പം ഒരു മനുഷ്യൻ. അപ്പൊ ബാല്യകാലം തീർത്തും ബാല്യം എങ്ങനെയാണ് ഓർമ്മയിൽ? ഞാൻ എൻ്റെ അച്ഛൻ്റെ ജീവിതം എനിക്കൊരു ഭയങ്കരമായിട്ടുള്ള, എന്നെ സംബന്ധിച്ചോളം ഭയങ്കരമായിട്ട് തന്നെ ഒരു സ്വാധീനിച്ച ഘടക. അച്ഛൻ 5ാമത്തെ വയസ്സിൽ അച്ഛൻ ജീവിച്ചു വളർന്നത് അച്ഛൻ്റെ അമ്മാവൻ്റെ കൂടെയായിരുന്നു. അന്ന് ഈ കൂട്ടുകുടുംബ വ്യവസ്ഥക്കകത്ത് അച്ഛൻ മക്കൾ മരുമക്കത്തായിരുന്നു. അച്ഛൻ്റെ അമ്മാവൻ്റെ കൂടെ ജീവിച്ചപ്പോൾ 5ാമത്തെ വയസ്സിൽ അമ്മാവൻ്റെ കൂടെ വയലിൽ പോയി കാലികൂട്ടാൻ ആരംഭിച്ചാണ് എൻ്റെ അച്ഛൻ. കാലികൂട്ടാൻ നിലകൊഴുക മൂരിയെ ഉപയോഗിച്ച് ഞേങ്ങോല് ഉപയോഗിച്ച് അച്ഛനെ ഇപ്പോൾ ഒരു വളവുണ്ട് ശരീരത്തിന്. അതിങ്ങനെ അച്ഛൻ അന്ന് ഈ ഞേങ്ങോല് പിടിച്ച് നടക്കാൻ സാധിക്കും. 5 വയസ്സ്. അമ്മാവന്മാരെന്ന് പറഞ്ഞാൽ അന്ന് സ്വന്തം മക്കളെല്ലാം സുരക്ഷിതമാക്കുകയും മരുമക്കളെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വന്നതാണ് എൻ്റെ അച്ഛൻ. അവർ വലിയ കുടുംബമാണ്. പക്ഷെ അന്ന് അച്ഛൻ്റെ കൂടെ അച്ചാച്ചനും അതുപോലെ അമ്മമ്മക്കൊന്നും ഇത്രയും മക്കളെ പോറ്റാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ടാണ് അവർ ആ രീതിയിലേക്ക് പോകുന്നത്. അല്ലാണ്ട് അവന് ഇഷ്ടമില്ല. അവിടെ അമ്മാവൻ്റെ അപ്പോൾ അമ്മാവനാണെങ്കിൽ അത് ആവശ്യകതയായിരുന്നു. അവർ വലിയൊരു ഭൂജന്മിയായിട്ടുള്ള ആളാണ്. അപ്പോൾ അവർക്ക് ജോലിക്ക് ആളുകളെ വേണം എന്ന രൂപത്തിലാണ് ഈ മരുമക്കളെയൊക്കെ അവരന്ന് കണ്ടിട്ടുള്ളത്. അച്ഛൻ പറഞ്ഞതല്ല, ഞാൻ അച്ഛനോട് അനുഭവക്കഥ പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ അനുഭവക്കഥ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് പലരോടും ചോദിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അത് റിയലായിരുന്നു. അച്ഛൻ ജീവിച്ചു വന്നത്, അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് അച്ഛൻ ഈ 5ാം വയസ്സിൽ തന്നെ ഈ കാലിവീട്ടൽ ജോലിക്ക് പോയി. അങ്ങനെ അമ്മാവൻ്റെ കൂടെ ജീവിച്ചു. പായാണ് അവർ കിടന്നുറങ്ങാൻ വേണ്ടി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത്. പണ്ട് കാലങ്ങളിൽ അതൊരു കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അന്നത്തെ കാലം അങ്ങനെയാണ് സാഹചര്യം. അത് അവർ ശരിക്കും എനിക്ക് തോന്നുന്നു ആ ഘട്ടത്തിൽ അവർ മക്കളെല്ലാം സുരക്ഷിതമാക്കുകയും മരുമക്കളെ കൊണ്ട് അവരുടെ ഈ സാധാരണ ജോലിക്ക് ചെയ്യേണ്ട ആ ജോലിക്ക് ആളുകളെ കൂലിക്ക് വെച്ച് ചെയ്യിക്കുന്നതിന് പകരമുള്ള ജോലികളെല്ലാം ചെയ്യിച്ചത് അന്ന് ഇത്തരം രീതികളിലൂടെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ. അങ്ങനെ അച്ഛൻ കഷ്ടപ്പെട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ അച്ഛനോടൊപ്പം ഞാൻ എൻ്റെ ഒരു ഏകദേശം 5ാം ക്ലാസ് പഠിക്കുന്ന കാലം മുതൽ ഞാൻ അന്നേരം എൻ്റെ ശരീരം ഇത്രയൊന്നുമില്ല. ഞാൻ ചെറുതാണ്. ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടം വരെ ഞാൻ ക്ലാസ്സിൽ ഏറ്റവും ചെറിയ കുട്ടിയാണ്. അതിനൊരു അവർ ഹാസ്യ കഥാപാത്രം പോലെ നമ്മൾ എല്ലാം ഫ്രണ്ട് പേജ് ഇരുത്തേക്ക് ഫ്രണ്ട് പേജ് അങ്ങനെ ആ രീതി. ഒരു ആകാരം അങ്ങനെ നമ്മൾ ഏറ്റവും ചെറുതായിരുന്നു. നമ്മൾ ആ ക്ലാസ്സിൽ ഏറ്റവും ചെറിയ ആൾക്കാരെ പിടിച്ച് മുൻബെഞ്ചിരുത്തിക്കുന്നു. ആ രീതിയിലൊക്കെ ആണ് എൻ്റെ. അപ്പോൾ ഞാനത് പറയുന്നത് 5ാം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടം മുതൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു 10 വയസ്സ് എൻ്റെ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ LP സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ അച്ഛൻ്റെ കൂടെ അച്ഛൻ രാവിലെ 4 മണിക്ക് അച്ഛൻ നല്ലൊരു നാടകം നടനായിരുന്നു. അച്ഛനൊരു തിലാന്നൂർ ദേശീയ കല എന്നൊരു സമിതി ഉണ്ടായിരുന്നു. ആ സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്യുന്ന PR അളിയാവൂർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന നല്ല ഡ്രാമ ആർട്ടിസ്റ്റാണ് അച്ഛൻ. നല്ല നടനായിരുന്നു. അച്ഛൻ നല്ല കർഷകനാണ് എന്ന് പറയാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണം വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ആ സമയത്ത് ഈ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അച്ഛന് എല്ലാ ആളുകളും അച്ഛനെ തന്നെ തേടി വരും. അച്ഛനെ തന്നെ കാര്യം എന്താ വെച്ചാൽ ഈ ജോലിക്കകത്തും ചില ആളുകൾ കള്ളപ്പണികളുണ്ട്. അത് നിങ്ങൾ ഞേങ്ങോല് ഞാൻ കാര്യം കൂട്ടുകൊണ്ട് ഞാൻ പറയാം, നിനക്കറിയില്ല. അത് ഈ ഞേങ്ങോല് പിടിക്കുന്നതിൻ്റെ ബേസിലാണ് ഈ നിലം മൊത്തമായിട്ട് മുറിഞ്ഞു വരിക. അടി മുറിഞ്ഞ അത് അമർത്തി പിടിച്ചാൽ മാത്രമേ ആഴത്തിലേക്ക്. അതുപോലെ തന്നെ അത് അടുത്ത ചാലിലേക്ക് നമ്മൾ പിടിക്കുമ്പം ആ ചാല് തൊട്ടടുത്ത് പിടിച്ചില്ലെങ്കിൽ അവിടെ ഗ്യാപ്പ് വരും. മനസ്സിലായി? ആ ഭാഗം മുറിയാതെ നിൽക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ കള്ളപ്പണികൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ. അതുകൊണ്ടായിരിക്കാം അച്ഛന് 4 മണിക്ക് രാവിലെ പുലർച്ചെ 4 മണിക്ക് വയലിൻ്റെ അകത്ത് മൂരിയെ കൊണ്ട് പോയാൽ വൈകുന്നേരം 4 മണി വരെ അച്ഛൻ ജോലി ചെയ്യും. 12 മണിക്കൂർ ജോലി ചെയ്യും. തിരിച്ചു വന്ന് ആ മൂരിയെ കുളിപ്പിച്ച് മൂരിക്ക് വിടുന്ന ഭക്ഷണം കൊടുത്ത് മൂരിയെ മുതിര അതുപോലത്തെ പരുത്തിക്കുരു ഇതൊക്കെ അരച്ച് കൊടുത്ത് മൂരിക്ക് ഫുഡ് ഇതൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ 7 മണിക്ക് അച്ഛൻ നാടകത്തിന് പോകും, റിഹേഴ്സലിന് പോകും. തിരിച്ചച്ഛൻ വരെ പുലർച്ചെ 3 മണിക്കാണ്.
4 മണിക്ക് പിന്നെ 4 മണിക്ക് പിന്നെ വയലിൽ പോകും. ഉറങ്ങാൻ സമയം കിട്ടും. അങ്ങനെ ഒരു ഉറങ്ങൽ ചിലപ്പോൾ എനിക്ക് വന്ന് വളരെ അപൂർവങ്ങളിൽ സമയങ്ങളിലാണ് അച്ഛൻ ഉറങ്ങാറ്. ചിലപ്പോൾ പകൽ സമയത്ത് ഉച്ച ഊണ് കഴിച്ചാൽ ചിലപ്പോൾ നേരത്തെ വന്ന ദിവസം ഊണ് കഴിച്ചാൽ 1-2 മണിക്കൂറിൽ ഉറക്കാൻ ഞാൻ കാണാറ്. അപ്പം ഞാൻ അച്ഛൻ്റെ കൂടെ അന്ന് ഈ മൂരി എന്ന് പറഞ്ഞാൽ രാവിലെ 4 മണിക്ക് പോകുമ്പം മൂരി ഭയങ്കര ലേസി ആയിരിക്കും, മടിയായിരിക്കും. മൂരി പാതി ഉറക്കത്തിലുണ്ടാവുക 4 മണിക്ക് പോകുമ്പോൾ. അതുകൊണ്ട് തന്നെ അച്ഛൻ ഒരു പൂരിയെ മുമ്പിൽ പിടിക്കും, പിന്നെ നടുക്ക് ഇതിൻ്റെ നേങ്ങോലും നൊകവും വെക്കണം, പിറകിലത്തൊരു മൂരി. നേങ്ങോൽ നൊകന്ന് പറഞ്ഞാൽ ഈ മൂരിക്ക് നടുക്ക് വെക്കുന്ന സാധനം. അത് അത്ര വെയിറ്റ് ഉണ്ടാവില്ല. ഞേങ്ങോല നല്ല വെയിറ്റ്. ഞേങ്ങോല അടിച്ചാൽ ഇരുമ്പിലുണ്ടാവുക, തള്ളി പിടിക്കാതെ. ഞേങ്ങോലും നൊകു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും പിടിച്ച് അച്ഛനെ അന്ന് മൂരിയും തെളിച്ച് പോകാൻ പ്രയാസമാണ്. അപ്പോൾ അച്ഛൻ ഞാൻ ചെറുതായിട്ട് എൻ്റെ ബുദ്ധിമുട്ടിക്ക് അച്ഛൻ ആഗ്രഹിക്കാം. പക്ഷെ ഞാൻ രാവിലെ എഴുന്നേറ്റ് അച്ഛനൊപ്പം ഈ നൊകം അല്ലെങ്കിൽ ഞങ്ങൾ പൊന്തൂര നൊകം ഞാൻ എടുത്തിട്ട് ബാക്കിൽ മൂരിയും തെളിച്ച് ഞാൻ പോകും. ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്നത്. 8 വയസ്സാണ്. 8 വയസ്സിൻ്റെ വളർച്ചയോ 8 വയസ്സിൻ്റെ ഒരു ഇന്നത്തെ പോലത്തെ കുട്ടികളെ പോലത്തെ ഒരു ഇതൊന്നും നമുക്കില്ല. ആ കാലഘട്ടത്തിൽ ഞാൻ 4 മണിക്ക് ഇത് അച്ഛൻ പറയുന്ന കഥയാണ് എല്ലാവരോടും. ഇത് ഞാൻ പറയാതെ തന്നെ അച്ഛൻ പലരോടും ഇപ്പം അയൽവർക്ക് എങ്ങനെയായിരുന്നു. അപ്പം 4 മണിക്ക് ഞാൻ പോയാൽ ഏകദേശം നമ്മൾ വീട്ടിൽ നിന്ന് മൂരിയെ കൊണ്ടുപോകുന്നത് ഒരു 1.5 കിലോമീറ്റർ ദൂരെ പോയിട്ട് വരും. ആദ്യത്തെ മൂരി കാലുകൂട്ട് സ്ഥലം അവിടെ പോയിട്ടാകുമ്പം ഞാൻ ആ വരമ്പത്ത് കിടന്നുറങ്ങും. എന്താ കാര്യം വെച്ചാൽ എനിക്ക് തിരിച്ച് വരണ്ടെങ്കിൽ നമ്മൾ ഈ വയലിൽ കംപ്ലീറ്റ് അന്നത്തെ കാലത്ത് ഈ നായ്ക്കോട്ടം ഉണ്ടാവും. അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് ഈ വർഗത്തിന്. തിരിച്ച് വെളിച്ചം വരാൻ വേണ്ടിയിട്ട് സൂര്യൻ കൃത്യമായി ഉദിച്ചു വരാൻ വേണ്ടി വയലിൻ്റെ കരയൻ്റെ മേലെ വരമ്പ് എന്നാണ് പറയാം. ആ വരമ്പിന് മേലെ ഞാൻ ചിലപ്പോൾ 1-2 മണിക്കൂർ ഉറങ്ങാറുണ്ട് അച്ഛൻ മൂരി വിട്ടുമ്പോൾ. ആ സമയത്ത് ഞാൻ എന്താക്കി ഞാനും ഞങ്ങൾ പിടിക്കും. അച്ഛൻ അനുവദിക്കില്ല, എന്നാൽ ഞാൻ പിടിക്കും. അങ്ങനെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരുമ്പം നമുക്ക് വെളിച്ചം വന്നിട്ടുണ്ടാവും, ഒരു 6-6 ആകുമ്പം. അപ്പോൾ ആ സമയത്ത് വയലിലോട്ട് വന്ന അല്ലെങ്കിൽ ഈ പൊളിച്ചക്കുള്ള നായ്ക്കൂട്ടം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പ്രയാസമാകുമ്പോൾ ആ സമയത്ത് വീട്ടിൽ വന്നതിനെ പിന്നെ ഞാൻ സ്കൂളിലേക്ക് ഞാൻ അലിയാവ് LP സ്കൂളിലാണ് എൻ്റെ ലോവർ പ്രൈമറി വിദ്യാഭ്യാസം. എൻ്റെ തൊട്ടടുത്ത് തന്നെ സൗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വീട്ടിൽ നിൽക്കുന്ന വളരെ കുറച്ച് എളുപ്പം. അവിടെ പോകുന്നതിന് മുമ്പേ അച്ഛന് ആദ്യം ഞാൻ കുളുത്തിൻ്റെ വെള്ളം കൊണ്ട് കൊടുക്കണം. കുളുത്തിൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ തലയത്തെ ചോറ് വെച്ചതിൻ്റെ വെള്ളം അതൊരു പാത്രത്തിലാക്കി ഞാൻ കൊണ്ട് കൊടുക്കും ആദ്യം. അതിന് ശേഷം രാവിലത്തെ ചായ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ചായയും കടി ഞാൻ അച്ഛനോട് കൊടുക്കും. റൈറ്റ്, നിങ്ങൾ ആലോചിക്കണം ഞാൻ എത്ര തവണ അവിടെ 1.5 കിലോമീറ്റർ പോകുന്നു നിങ്ങൾ ആലോചിക്കണം. പിന്നീട് ഞാൻ പോകുന്നതിന് മുന്നേ അച്ഛന് കഞ്ഞി ആയിരുന്നെങ്കിൽ ആ കഞ്ഞി കൂടി വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ അടച്ച് കൊടുത്താൽ പോവാം. അപ്പോൾ അന്നേരം നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ രാവിലെ 4 യാത്ര പോയി. പക്ഷേ ഞാൻ ആദ്യം പോയടിക്കായിരിക്കൂല അച്ഛൻ പിന്നെ 4ാമത്തെ പോക്കിന് ഉണ്ടാവുക. അച്ഛൻ ആടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറം പോയിട്ടുണ്ടാവും. അല്ല, അത് മൂരി മാറിപ്പോവും. മൂരി അല്ല വയല് മാറിയാൽ അടുത്ത ആളുകളെ വയലിലേക്ക് ഇടിപ്പം 3 കണ്ടുണ്ടെങ്കിൽ അത് ഒഴുകി കഴിഞ്ഞാകുമ്പം എൻ്റെ അടുത്തിലേക്ക് പോകും. അപ്പം അല്ല ഞാനത് പോകുമ്പോൾ കാണും അടുത്ത പേര് പോകുമ്പോൾ അടുത്ത് കാണാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ അച്ഛൻ പറയും ഞാൻ നീ ഇവരുടെ വിടാന്ന് പറയും. അലിയാവൂര് ചേലോറി ബന്ധിപ്പിക്കുന്ന വയൽ എന്ന് പറഞ്ഞാൽ അന്നേരം ഏകദേശം 500ഓളം ഏക്കർ കൃഷിഭൂമി പ്രധാനപ്പെട്ട കൃഷിയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോള് നിങ്ങളുടെ അച്ഛൻ വഹിച്ചു. രണ്ട് വിളയെടുക്കുന്ന വയലുകൾ ഇതെല്ലാം 2 വിളയെടുക്കും. അത് ഈ ചേലോറിയും എളിയാവൂർ പഞ്ചായത്തിന് അന്ന് പഞ്ചായത്താണ് 2 പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന മേഖലയായിരുന്നു. ഇത് മൊത്തം 500 ഏക്കർ കൃഷിഭൂമിയാണ്. ഇതിൽ പറയുമ്പോൾ ഒരു ചമ്മലുണ്ട? ഇല്ല, ഒരു ചമ്മലില്ല. അഭിമാനമാണ്. ഈ ആ കാലത്ത് സ്കൂളിൽ പോക്കൊക്കെ എങ്ങനെയാണ്? സ്കൂളിൽ പോക്ക് ഞാൻ പ്രൈമറി വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ്? പ്രൈമറി വിദ്യാഭ്യാസം എൻ്റെ ലോവർ പ്രൈമറി വിദ്യാഭ്യാസം അലിയാവ് LP സ്കൂൾ. അവിടെ ഞാനന്നേരം നല്ല പഠിക്കും. അവിടെ നിന്ന് കഴിഞ്ഞ് ഞാൻ അവിടെ ആ സമയത്ത് അന്നേരം നല്ല അപ്പർ പ്രൈമറി വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥലം ചൊവ്വ ധർമ്മസഭ LP സ്കൂൾ. എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ നടന്നു പോകേണ്ടെങ്കിൽ ഏകദേശം മേലെ ധർമ്മസഭ സ്കൂൾ അറിയാലോ. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ നടന്നാ പോവുക ആ സ്കൂളിലേക്ക്. ഈ പറയുന്ന പ്രക്രിയ എല്ലാം അന്നും ഉണ്ട്. ധർമ്മസേവ സ്കൂളിൽ ഞാൻ 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും പഠിച്ചത്. 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് JTS ചേരാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ 4ാം ക്ലാസ് നമുക്ക് അന്നേരത്തുള്ള എൻ്റെ ഒരു ഉണ്ടായ പ്രയാസം എന്ന് വെച്ചാൽ ടെക്നിക്കലായിട്ട് എനിക്ക് നല്ല ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് JTSലേക്ക് ചേരണമെന്ന് ആഗ്രഹിച്ചു. 4ാം ക്ലാസ് നിന്നാണ് JTSലേക്ക് ചേരാൻ സാധിക്കുക. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു മറ്റുള്ള ഈ ഫോം പൂരിപ്പിച്ച് തരാനും അതുപോലെ അതിനുള്ള പാശ്ചാത്യ സൗകര്യം ആരും ഉണ്ടായിരുന്നില്ല. നമ്മളെ ഇപ്പം എൻ്റെ ഏട്ടനറിയില്ല. അതുപോലെ തന്നെ അങ്ങനെ
നമ്മൾ ഇന്നിപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നെറ്റിലൂട്ടിയും ഗൂഗിളിലൂടെ സെർച്ച് ചെയ്തിട്ടും അതിന് വേണ്ടുന്ന ഒരു കോഴ്സ് കഴിയുമ്പോൾ തന്നെ ഇന്ന കോഴ്സിലേക്ക് പോകാൻ വേണ്ടി കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തീരുമാനമാവും അപ്പോൾ അത് അങ്ങനെ ഞാൻ ഒരാളോട് നമ്മൾ പറഞ്ഞെങ്കിലും ആ ഫോമിൽ എന്തോ കറപ്ഷൻ വന്നുകൊണ്ട് ഈ JTS അയച്ച ലെറ്റർ ഞാൻ കിട്ടാൻ സാഹചര്യം വന്നു. അങ്ങനെ എനിക്കത് മുടങ്ങിപ്പോയി. പിന്നെ 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മളെ സ്കൂളിലെ ഈ സൗത്ത് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, രാജാ മോൻ നല്ല സ്കൂളിൽ അയക്കണം പറഞ്ഞു. അങ്ങനെയാണ് ധർമ്മസഭ UP സ്കൂളിലേക്ക് ഞാൻ പോകുന്നത്. 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 7ാം ക്ലാസ്സും നല്ല പഠനം കഴിഞ്ഞപ്പോഴാണ് അന്ന് കൂടാളി സ്കൂൾ എന്ന് പറയുന്നത് ചാക്കിരി ട്രോഫി ഇട്ട സ്കൂളാണ്. തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ ചാക്കിരി ട്രോഫി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കിട്ടുന്ന ഒരു ട്രോഫി. അവിടെ അന്ന് അഡ്മിഷൻ കിട്ടുന്നാൽ ഇന്നത്തെ പോലെ തന്നെ ഇന്ന് ചില പ്രധാനപ്പെട്ട സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ പ്രയാസമില്ലേ, അതുപോലെ അന്ന് കൂടാളി അന്ന് ഹൈസ്കൂളാണ്, ഹയർ സെക്കൻഡറി അല്ല, ഹൈസ്കൂളിൽ അന്ന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഈ പറയുന്ന ശുപാർശയും റെക്കമെൻഡൊക്കെ വേണ്ടുന്നൊരു കാലഘട്ടമായിരുന്നു. മെറിറ്റ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ അങ്ങനെ 7ാം ക്ലാസ്സിൽ തന്നെ മെറിറ്റ് ഓറിയൻറ്റഡ് ആയതുകൊണ്ടാണ് എനിക്ക് അവിടെ 8ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. കൂടാളി സ്കൂൾ ഒരുപാട് ആളുകൾ അഡ്മിഷൻ ശ്രമിച്ചാൽ കിട്ടാതെ ഒരുപാട് ആളുണ്ടായിരുന്നു. 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സുമാണ് എൻ്റെ വിദ്യാഭ്യാസം കൂടാളി സ്കൂളിൽ. 10ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ പിന്നെ പഠനത്തിൽ കുറച്ച് പിറകോട്ട് പോകും ശരിക്കും പറഞ്ഞു. ഈ പ്രൈമറി കാലഘട്ടം 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെ ആ കാലഘട്ടത്തിൽ സ്കൂൾ ജീവിതം എങ്ങനെയായിരുന്നു? സ്കൂളിൽ പോക്ക്, വരവ്, ഭക്ഷണം, വസ്ത്രം? 4ാം ക്ലാസ് 5ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 മുതൽ 4 വരെ ഒന്ന് ആ കാലഘട്ടത്തിലെല്ലാം ഭക്ഷണം കഴിക്കാൻ പ്രയാസം ഉണ്ടായിരുന്നില്ല. കൃഷി ഉപജീവന മാർഗമായതുകൊണ്ട് തന്നെ കാർഷിക മേഖലയുണ്ട്, നമുക്ക് ഭക്ഷണത്തിനൊരു പ്രയാസം ഉണ്ടായി എന്ന് പറയുന്നത് തെറ്റായിപ്പോവും. ഭക്ഷണം നമുക്ക് എന്തായാലും കഞ്ഞി, ചോറ് എന്ന് പറയുന്ന ഭക്ഷണം, മറ്റുള്ള വിഭവങ്ങളൊന്നുമല്ല, സാധാരണ അതൊന്നുമല്ല, അതിൽ സാധാരണ രീതിയിലേ ഉള്ളൂ. അങ്ങനെ ഒരു ആഡംബരമായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ പറയുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭക്ഷണത്തിനടക്കം നമ്മൾ പ്രയാസം അനുഭവിട്ട് പോകുന്നത് ശരിയല്ല. അവിടെ എനിക്ക് ചോറ് കിട്ടാനോ കഞ്ഞി കിട്ടാനോ അന്ന് പ്രയാസം ഉണ്ടായിരുന്നില്ല. മറ്റുള്ളതൊന്നും നമ്മൾ ആഗ്രഹിക്കാറില്ല. ആഗ്രഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെന്ന് ബോധ്യം തന്നെ ഉണ്ടായിരുന്നു. വസ്ത്രങ്ങൾ വളരെ പ്രയാസമായിരുന്നു. എന്തായിരുന്നു അവസ്ഥ? പ്രയാസം പറഞ്ഞാൽ ചിലപ്പോൾ അന്നുള്ള 1 or 2 വസ്ത്രങ്ങൾ കൊണ്ട് നമ്മൾ മാനേജ് ചെയ്യേണ്ട ഒരു സാഹചര്യമായിരുന്നു. എന്താ കാരണം വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അച്ഛനും ഞാനൊക്കൊന്നും തന്നെ നമ്മൾ അച്ഛൻ്റെ അവസ്ഥ സാഹചര്യം എന്ന് വെച്ചാൽ അച്ഛന് ഈ വരുമാനം 6 മാസമാണ് ഈ മൂലിയെ കൊണ്ടുള്ള ജോലി ഉണ്ടാവുക. 6 മാസക്കാലം ഈ ജോലി ഉണ്ടാവില്ല. വെള്ളം കയറിയ നിങ്ങൾക്കറിയാം, കാലവർഷം വന്നു കഴിഞ്ഞാൽ 6 മാസത്തെ ജോലി കൊണ്ട് വേണം അച്ഛനൊരു കുടുംബം മാത്രമല്ല, സാധാരണ ഈ ജോലി എന്നുകൊണ്ടെല്ലാം 6 മാസം കഴിഞ്ഞപ്പോൾ ഈ മൂരിനെ വെക്കും. പക്ഷേ അച്ഛൻ മൂരിനെ വെക്കൂല. അച്ഛൻ മൂരിയെ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കും. അച്ഛൻ ഈ 2 മൂരികൾ സുഖവാസ ചികിത്സയാണ് ഈ 6 മാസക്കാലം. 2 മൂരിയെ അവിടെ അതിനെ ജീവിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ ചിലവല്ല. അവരെ പുല്ല് മാത്രമല്ല, അവർ കൊടുക്കേണ്ട മറ്റ് മുതിര, പരുത്തിക്കുരു എന്ന് പറയുന്ന രീതിയിലുള്ള അവരെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം, ഇതെല്ലാം അച്ഛൻ ഈ 6 മാസം കാലികൂട്ടി ഉണ്ടാക്കിയ വരുമാനത്തിൽ നിന്ന് ചിലവാക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിൽ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയും. ഞാനൊരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാനൊരു ഗ്ലോബ് ചോദിച്ചു അച്ഛനോട്. ഗ്ലോബ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഇതില്ലേ, നമ്മളെ ഈ മാപ്പ്. അപ്പോൾ അച്ഛനത് എനിക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സൗത്തിലേക്ക് പോയെങ്കിലും ആരോ അച്ഛനോട് പറഞ്ഞു, ഇന്ന് അവൻ ഗ്ലോബ് ചോദിച്ചാൽ നീ വാങ്ങിച്ചു കൊടുത്താൽ നാളെ അവൻ വേറെ ചോദിച്ചാൽ നീക്ക് മേടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഞാൻ ആഗ്രഹിച്ചൊരു എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ ആഗ്രഹിച്ച ഒരു സംഗതിയാണ് ഈ ഗ്ലോബ്. അതെനിക്ക് മാപ്പ് പിടിക്കാനായിരുന്നു. പക്ഷെ അതെനിക്ക് കിട്ടാൻ സാഹചര്യം വന്നു. പരാതിയല്ല ഞാൻ പറഞ്ഞു, പ്രയാസമല്ല പറയുന്നത്. അങ്ങനെ നമ്മൾ അമിതമായിട്ടൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്ന സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിനെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. സ്കൂൾ യൂണിഫോം ഒക്കെ എന്തായിരുന്നു അന്ന്? സൗത്ത് സ്കൂളിൽ യൂണിഫോം ഉണ്ടായിരുന്നു. LP സ്കൂളിൽ യൂണിഫോം നമുക്ക് ആകെയുള്ള 2 വർഷം, ഒരു ഷർട്ടും ഒരു ഷർട്ടും ട്രൗസറും മാത്രമാണ്. ഞാൻ 10ാം ക്ലാസ് വരെ കൂടാളി സ്കൂൾ പഠിക്കുമ്പോൾ വരെ അന്ന് തടിയുണ്ടായിരുന്നു. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ട്രൗസറായിരുന്നു. ട്രൗസർ ഇട്ട് വരുന്ന അപൂർവം കുട്ടികൾ ഒരാളായിരുന്നു ഞാൻ, വളരെ അപൂർവം കുട്ടികൾ. അന്ന് ഞാൻ കൂടാളി സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ബാഗ് എന്ന് വെച്ചാൽ കൊട്ടയാണ്, വയറുകൊണ്ട് മടഞ്ഞ കൊട്ട. ആ കൊട്ട ഇതിലിട്ടിട്ടാണ് നമ്മൾ സ്കൂളിൽ പോവുക. അവിടെ ഈ പെൺകുട്ടികൾ ചിലപ്പോൾ കൊട്ടയെടുത്ത് കുട്ടികളുണ്ടാവും. പക്ഷെ ആൺകുട്ടികളിൽ കൊട്ടയെടുത്ത് വന്ന കുട്ടികൾ ചിലപ്പോൾ ഒരു 2 or 3 കുട്ടികളുണ്ടാവും. അതിലൊരാൾ ഞാൻ. പാൻറ് മേടിക്കാൻ പൈസ ഇല്ല. പിന്നെ ഇല്ല, പാനുണ്ട്. അന്ന് നീലിയും വെള്ളയാന്ന് സ്കൂൾ യൂണിഫോം. എനിക്കന്ന്
എൻ്റെ അമ്മമ്മ, അതായത് അമ്മയുടെ അമ്മ ജോലിക്ക് പോകും പല വീടുകളിലും. അതിൻ്റെ വീട് NC എന്നാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രഗത്ഭമായിട്ടുള്ള ആളുകളുണ്ട്. അന്ന് അവിടെ നിന്ന് അവരെ മക്കൾ ഉപയോഗിച്ച പഴയ വസ്ത്രം അമ്മമ്മ കൊണ്ടുവരും. അതെൻ്റെ ഏട്ടൻ ഉപയോഗിക്കും. ഏട്ടൻ ഉപയോഗിച്ചിട്ട് ഏട്ടൻ എന്ന ഐറ്റം വെയിറ്റ് നല്ല നീളമുള്ള ആളാണ്. ആ പാൻറ് ഏട്ടൻ ഉപയോഗിച്ച് തഴഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ തലമുറയിൽ ഫസ്റ്റ് വലിയ വീട്ടുകാർ. അതെ, എനിക്ക് പക്ഷേ ആ ഏട്ടൻ തരുന്ന പാൻറ് എനിക്ക് 2 പാൻറ്റായിട്ട് ഇടാൻ പറ്റും. ഞാൻ സത്യം പറയുന്നത്, നിങ്ങളുടെ അത് ഫാക്റ്റാണ് പറയുന്നത്. അത് ഞാൻ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാകുമ്പോൾ കെട്ടിയിട്ടാകുമ്പോൾ ബെൽറ്റില്ല, ചൂടി വെച്ച് കെട്ടിയാൻ പോയിട്ടുണ്ട്. പിന്നെ ഇത് മടക്കി തുന്നാൻ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ള മഷി കൊണ്ട് നമ്മൾ സാധാരണ ടൈലറുടെ കൂടെ തുന്നക്കേണ്ട കാശില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു പാൻ്റെ കഥ നിങ്ങളോട് പറയാൻ പോകുന്നു. ക്ലാസ് പഠിക്കുമ്പോൾ ആദ്യമായിട്ടൊരു പാൻ്റെ കഥയാണ്. അത് വെള്ള നൂലുകൊണ്ട് ഇങ്ങനെ തുന്നിയാൽ ഹീറോ പെന്നുണ്ട്. അന്ന് അച്ഛൻ്റെ അനിയൻ ഗൾഫിലായിരുന്നു. അവർ വരുമ്പോൾ നമുക്കൊരു പെണ്ണ് കൊടുത്തിരുന്നു. ഹീറോ പെന്നിൽ മഷി മുക്കും. ആ മഷി ഈ നൂലിന് ഞാൻ കളറാക്കും. അത് ആ കറുപ്പിച്ച നൂല് കറുത്തൊരു പാൻറ്, ഒരു പാൻറ്റാണ്. ആ പാൻറ്റിട്ട് ഞാൻ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. അത് ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ പൈപ്പിനിക്ക് നമ്മൾ പാത്രം കഴുകുക ടിപ്പിന്ന്. അവിടെ നിന്ന് ഈ നൂലിന് ഈ വെള്ളം തട്ടുമ്പം ഇത് വെള്ള നൂലായി മാറും. പിന്നീട് അത് ആ പാൻറ് കാലിൻ്റെ ഉള്ളിൽ ഇറുക്കി വെച്ച് ക്ലാസ്സിൽ പോയ രംഗൻ്റെ മനസ്സിലിപ്പുണ്ട്. ഞാൻ പെൺകുട്ടികളും കാണുമല്ലോ, ആളുകൾ കാണും. ഈ വെള്ള നൂലിപ്പോൾ ഇത്ര നീളത്തെ ഞാൻ ടൈലറല്ലോ, എനിക്കറിയില്ല. ഞാൻ തുന്നുന്നല്ലേ, ഞാൻ മടക്കിയിട്ട് ഇത് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ഏട്ടനിട്ട് തന്നത് മാത്രമല്ല, അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഏകദേശം പരിതാപരത്ത് എത്തിയിട്ടുണ്ടാവും. അവരെ ഒരു വലിയ കുടുംബത്തിൽ നിന്ന് അവർ ഉപയോഗിച്ച് അത് പഴകിയപ്പോൾ അത് കൊടുത്തു. അമ്മമ്മ അവിടെ ജോലിക്ക് പോകുന്ന കാരണത്തിൽ അമ്മമ്മ കൊടുത്തു. അമ്മമ്മ വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനം ഏട്ടൻ ഉപയോഗിച്ചു. ഏട്ടൻ ഉപയോഗിച്ചിട്ട് പിന്നീടാണ് അത് എനിക്ക് കൈമാറുന്നത്. എനിക്ക് കൈമാറിയാകുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പാൻറ് ഉപയോഗിച്ച സാഹചര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. ട്രൗസറായിരുന്നു അന്നത്തെ പ്രശ്നം. രണ്ട് ഒരു പാൻറ്റാണ് ഉണ്ടാവുക. അന്ന് കുലാ സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹരിചന്ദ്രൻ മാഷുണ്ട്. മാഷിപ്പോൾ ഉണ്ട്. ഞാൻ മാഷ് ഇതിനിടയ്ക്ക് പോയി കണ്ടിരുന്നു. മാഷ് അന്ന് പുലിക്കോട് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു നമ്മൾ വിളിക്കുന്ന പേര് അത്രയും പുലിക്കോട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടികൾ അത്ര ഭയപ്പാടാണ്. മാഷ് ഇങ്ങനെ നടക്കുമ്പോൾ, മാഷൊന്ന് ഹെഡ് മാഷല്ല, മാഷ് അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ഒരു സൂചി വിട്ടാൽ അത് ഒച്ച വെക്കുക. എത്രമാത്രം എൻ്റെ നീലയും വെള്ള യൂണിഫോമും. ഇപ്പം ഞാൻ ആദ്യമായിട്ടൊരു കറുപ്പ് പാൻറ്റിട്ടിട്ട് പോകുന്ന ദിവസം പുള്ളിയുടെ മുമ്പിലെത്തി. പക്ഷെ എല്ലാവരും മുടി പിടിച്ചൊക്കെ അടിക്കും. മുടി പിടിച്ചൊക്കെ പുള്ളി ഫയർ ചെയ്യുക. പക്ഷെ എന്നെ പുള്ളി അന്ന് ദ്രോഹിക്കാതെ വന്നപ്പോൾ എനിക്ക് തോന്നി എന്നോട് എന്തോ ഒരു അനുകമ്പ തോന്നിയിട്ടാണ്. ആ മാഷ അതിനിടയ്ക്ക് ഒരു ദിവസം പോയിട്ട് വീട്ടിൽ പോയി കണ്ടിരുന്നു. മാഷ ഇപ്പോൾ മാമാൻ അമ്പലത്തിൻ്റെ ട്രസ്റ്റി ബോർഡിലുണ്ട്, ഹരിചന്ദ്രൻ മാഷ്. അപ്പോൾ ഈ നീല പാൻറ് ഇല്ല, ഒരു നീല ട്രൗസറും ഒരു കറുപ്പ് പാൻറ്റും കൊണ്ട് ഒരാൾ ഈ സ്കൂളിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആളാണ്. അത് കയറ് കെട്ടിയ സമയം ഉണ്ടായിരുന്നു. വായൻ്റെ നായരില്ലേ, വാഴ നായരെന്ന് പറഞ്ഞ് അത് സ്വകാര്യമായിട്ട് അത് പറയുന്നത് അത് കെട്ടിപ്പോയ കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഇത് ഭയങ്കര ലൂസായിരിക്കും. ഇത് ഏട്ടൻ്റെയും ഇവരൊക്കെ സൈസ് അതൊന്ന് ചുരുക്കാനൊന്നും പറ്റില്ല. അന്ന് ബെൽറ്റുകളൊന്നും നമുക്ക് അറിയണില്ല, ഇങ്ങനെ സംവിധാനം എനിക്കറിയില്ല. അത് എൻ്റെ ബാല്യകാല ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ആസ്വാദനവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു കളിയും അറിയില്ല, ക്രിക്കറ്റ് അറിയില്ല, ഫുട്ബോൾ അറിയില്ല, ഒന്നും കളിക്കാൻ വേണ്ടി ഞാൻ രാവിലെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിലേക്ക് ഒന്നുകൂടി ഞാൻ കടന്നു വരാം. രാവിലെ ഇതെല്ലാം പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ വൈകുന്നേരം എൻ്റെ ജോലി എന്ന് വെച്ചാൽ സ്കൂളിൽ വിട്ടു വന്നിട്ടാകുമ്പോൾ അച്ഛൻ പല സ്ഥലങ്ങളിലും പുല്ലരിഞ്ഞ് വെക്കും, മോരി കൊടുക്കണ്ടേ. ഈ പുല്ലെല്ലാം എടുത്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. ഇതെല്ലാം വീട് കൊണ്ട്. അപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ കളിക്കാൻ പോകേണ്ടത്. സ്കൂളിൽ വിട്ടുപോയാൽ നമ്മളെപ്പോലത്തെ കുട്ടികളെല്ലാം കളിക്കാൻ പോകുമ്പോൾ ഞാൻ അരിഞ്ഞു വെച്ച പുല്ലെടുത്ത് വീട്ടിൽ കൊണ്ടുവരും. വീട് കൊണ്ടുവന്ന ശേഷം പിന്നീട് ചിലപ്പോൾ എന്തെങ്കിലും അച്ഛൻ അന്ന് ചൊവ്വയാണ് നമ്മളെ മാർക്കറ്റ്, താഴെ ചൊവ്വ. വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ പോകണം. എൻ്റെ വീട്ടിൽ നിന്ന് 2.5 കിലോമീറ്റർ ചൊവ്വയ്ക്ക് പോകണം. വെളിച്ചെണ്ണ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടി ചൊവ്വക്കേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം തിരിച്ചു വരുമ്പോൾ 7-8 മണിയാവും. പിന്നെ അന്ന് സ്കൂളിലെ കാര്യങ്ങളൊക്കെ അന്ന് ചെമ്മണി വിളക്കന്ന് അത്ര അത് അധികം വീട്ടിലുണ്ട് എൻ്റെ വിശ്വാസം. അത് മണ്ണെണ്ണ. അപ്പോൾ അതിൻ്റെ വിളക്കിൻ്റെ വെട്ടത്തിലാണ് ഞാനും അനിയത്തിയിരുന്ന് പഠിക്കേണ്ടതും അമ്മ ചെയ്യേണ്ടതും. അപ്പോൾ നമ്മളെ വീട് എന്ന് പറയുന്നത് ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയാണെങ്കിലും പിന്നീട് നമ്മളെ മൂത്തച്ഛനൊക്കെ മാറിപ്പോയപ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ എന്നാണ്, നമ്മുടെ വയലിൻ്റെ കരക്കാ വീട്.
അതിന് മുന്നിൽ 5 ഭണ്ണാർത്തറയുണ്ട്. അവിടുത്തെ തറവാട്ട് പാരമ്പര്യമുള്ള 5 ആൾ മരിച്ചാൾ. നമ്മൾ 3 അമ്മയും ഞാനും 2 ചെറിയ മക്കളും മാത്രം പുലരുന്നവരൊക്കെ വീട്ടിലിരിക്കേണ്ടത്. അച്ഛൻ നാടകത്തിന് പോയിട്ടാന്ന് വെച്ചപ്പോൾ ഒരു ദിവസം കഴിഞ്ഞൊക്കെ വരുന്നത്. നമ്മൾ മാത്രം ഇരിക്കും ഭണ്ണാർത്തറ. ഇന്നിപ്പോൾ ഭണ്ണാർത്തറ അടുത്ത് പോയ ആൾ ഭയപ്പെടുന്ന കാലഘട്ടം. 5 ഭണ്ണാർത്തറ നമുക്കന്ന് സംരക്ഷണം എന്ന കാലഘട്ടം ഞാൻ മനസ്സിലാക്കിയെടുക്കാം. ഈ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മളെ വീടിന് മുന്നിൽ അത് എങ്ങനെ നിരത്തി വെച്ചത്. അത് ഇപ്പോഴും തറവാട് നശിച്ചു പോയതാണ്. പക്ഷേ തറ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ 10ാം ക്ലാസ് വരെ കൂടാളി സ്കൂളിൽ പഠിച്ചു. അന്നേരം രാഷ്ട്രീയം ഉണ്ടോ? 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ KSUവിൻ്റെ പ്രകടനത്തിനെല്ലാം പോകും. എന്തുകൊണ്ട് KSU പറഞ്ഞാൽ നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാന്ധി സ്മാരക ക്ലബ്ബാണ് എൻ്റെ നാട്ടിലുള്ള ക്ലബ്ബ്. അവിടെയെല്ലാം കോൺഗ്രസ്സാണ്. അച്ഛൻ കോൺഗ്രസിൻ്റെ ഒരു നല്ല വർക്കറായിരുന്നു. അച്ഛനാണ് ആ സമയത്ത് ബൂത്തിലൊക്കെ ഇരിക്കുക, ബൂത്ത് ഏജൻറ്റൊക്കെ. അച്ഛൻ്റെ ബൂത്ത് ഏജൻറ്റ് സ്ഥാനം പിന്നീട് തലമുറ കൈമാറുന്ന പറഞ്ഞാൽ ഞാൻ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് അന്ന് നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം നല്ല അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ആളുകളെല്ലാം ഈ പ്രസ്ഥാനത്തിലെ ആളുകളാണ്. അന്ന് ഗാന്ധി ജയന്തി, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം, ഇതെല്ലാം നമുക്കന്ന് പ്രത്യേകമായി ആകർഷിച്ച ഒരു പരിപാടികളായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കോൺഗ്രസിന് അത് ഗാന്ധി സ്മാരക ക്ലബ്ബ് എന്നൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. മണ്ണിട്ട് ഒരു ചായപ്പൊടിയുടെ മാടാണ്. അവിടെയാണ് നമ്മളെ ഈ കോൺഗ്രസ് ഓഫീസ് എന്ന് പറഞ്ഞ ക്ലബ്ബ്. അവിടെയാണ് നമ്മളെ ഗാന്ധി ജയന്തി ആയാലും ആഗസ്റ്റ് 15 ഇതെല്ലാം ആഘോഷങ്ങൾ. ഈ ആഘോഷങ്ങളെല്ലാം ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ആകർഷിച്ചത്. പിന്നീട് നമ്മളന്ന് പാഠപുസ്തകങ്ങൾ പഠിക്കുന്നത് ഗാന്ധിയെക്കുറിച്ച് പഠിക്കുന്നു, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കുന്നു, ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാം ഇത് നമ്മുടെ രാജ്യത്തിനകത്ത് പ്രധാനപ്പെട്ട ഒരു വല്ലാതെ ഈ സ്വാതന്ത്ര്യം നേടുത്തുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസോടാണ് അന്നേരം നമുക്ക് ആഭിമുഖ്യ സ്നേഹം ഉണ്ടായത്. ഈ 10ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ അതിൽ ചെറിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ ആഗസ്റ്റ് 15 വരുമ്പോൾ നമ്മൾ അവിടെ തന്നെ പോയി മുദ്രാവാക്യം വിളിക്കലും ആഗസ്റ്റ് 15 സിന്ദാബാദ്, ഗാന്ധിയൻ സിന്ദാബാദ് ഇതൊക്കെ വിളിക്കലും അങ്ങനെ അതിന്റെ ഭാഗമായി മാറി. അന്ന് നമ്മള് കൂടാളി സ്കൂളിൽ നിന്ന് KSUവിൻ്റെ പഠിച്ചു പോയിട്ടുണ്ട്. KSUവിൻ്റെ അന്ന് ലീഡർഷിപ്പ് ഉണ്ട്. നമ്മളൊരു ശിങ്കൻ എന്നുണ്ട്, ഇപ്പം മദ്രാസിലെ ബിസിനസ് രാജേഷ്, അതുപോലെ KT സുധീഷ്. അന്ന് അവിടെ SFIൻ്റെ നല്ല ലീഡർഷിപ്പുള്ള ഒരു രഞ്ജിത്ത് ഉണ്ടായിരുന്നു. രഞ്ജിത്ത് പറഞ്ഞ നല്ല സുഹൃത്ത്, കാഞ്ഞനോടെ വീട്, നല്ല ഗായകനൊക്കെ ആയിരുന്നു. ആദ്യമായി അന്ന് നമ്മൾ ഇവരുടെ പിന്നെ ഞാൻ ധർമ്മസഭാജി സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ സബ് ജില്ലാ കലോത്സവം നാടകം എനിക്ക് ഞാനന്ന് നാടകത്തിൽ മത്സരിച്ചിട്ട് 1ാം സ്ഥാനം നാടകത്തിൽ ലഭിക്കുകയും ബെസ്റ്റ് ആക്ടർ എന്നുള്ള അവാർഡ് എനിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു നാടകം, ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛൻ്റെ പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടാണ്. ഞാൻ വടകര വരതിയൊക്കെ എനിക്ക് നാടകത്തിൽ, പക്ഷെ അന്ന് പോകേണ്ട സാഹചര്യം ഇല്ലാണ്ട് എനിക്ക് പോകാൻ പറ്റാറുണ്ട്. അച്ഛൻ്റെ നാടകം പിന്നെ ആട്ടക്കളം എന്ന് പറഞ്ഞൊരു നാടകമായിരുന്നു. നമ്മളെ പിന്നെ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നാടകം തന്നെയായിരുന്നു. സായിപ്പിൻ്റെക്ക് നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്, ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നു. ആ കുട്ടിയെ അത് നോക്കിക്കാണുന്നു, വീക്ഷിക്കുന്നൊക്കെ ഒരു വല്ലാതെ ഒരു അനുഭവം ഉണ്ടായ നാടകമായിരുന്നു. ചൊവ്വാഴ്ച സ്കൂളിലായിരുന്നു നാടകം ഉണ്ടായിരുന്നു. ആ നാടകത്തിൽ എനിക്ക് 1ാം സ്ഥാനം നാടകത്തിൽ ലഭിച്ചത് മാത്രമല്ല, അതിൽ അഭിനേതാവ് എന്ന നിലയ്ക്ക് എനിക്ക് 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ കൂടാളി സ്കൂളിൽ വന്നപ്പോഴും ഞാൻ ഈ പിന്നെ നമ്മൾ സംഘഗാനത്തൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എനിക്ക് അന്ന് നമ്മൾ മറ്റൊരു പൊളിറ്റിക്കലി വലിയൊരു KSU സംഘടനാപരമായിട്ടുള്ള അങ്ങനെ അഭേദ്യ ബന്ധങ്ങളൊന്നും ഇല്ല എന്നുള്ള അതിന് സാധിക്കാൻ സാഹചര്യമായിരുന്നു. ഇഷ്ടമായിരുന്നു എനിക്ക്. ആദ്യമായി എനിക്ക് വിദ്യാസംഘടനയ്ക്ക് നിന്ന് അടി കിട്ടുന്നത് കൂടാളി സ്കൂളിൽ നിന്നാണ്. കൂടാളി സ്കൂളിൽ നിന്ന് അടി കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കിട്ടിയ രസമാണ്. ശരിക്കും പറയാച്ചാൽ ഞാൻ അന്ന് KSUവിൻ്റെ മുദ്രാവാക്യം വിളിക്കാനും KSUവിൻ്റെ സമരങ്ങളെല്ലാം പങ്കെടുക്കും. അന്ന് എനിക്ക് ABVP ഒന്നും സംഘടന ഒന്നില്ല. പക്ഷേ ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അന്ന് കൂടാളി സ്കൂളിൽ ആദ്യമായിട്ട് ABVP ഒരു യൂണിറ്റ് രൂപീകരിക്കുന്നു. അന്നൊരു ഇന്ദുചൂടനും അമർനാഥ് എന്നൊക്കെ പറഞ്ഞ കുട്ടികളായിരുന്നു അതിൻ്റെ. അവരൊക്കെ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളാണ്. ഞാൻ അന്നേരം ഈ ചന്ദനം വെക്കുന്ന എത്തിക്ക് ഈ ചന്ദനം വെക്കുന്ന തൊട്ടൊക്കെ ഐഡൻറ്റിഫിക്കേഷൻ ചിലർ പിന്നെ BJP അല്ല അങ്ങനെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ ഈ കൂടാളി സ്കൂളിലെ സമരം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ഗേറ്റും പൂട്ടുകയാണ്. നമ്മൾ ബസ്സിൽ വരുമ്പം കുട്ടികളെല്ലാം പുറത്താണെങ്കിൽ അന്ന് ഭയങ്കര സന്തോഷമാണ്. കാരണം സമരത്തിലേക്ക് പോയി സ്കൂളിൽ എല്ലാം ആദ്യം തന്നെ വന്നിട്ട് ആരാണോ സമരം ആഹ്വാനം ചെയ്തത് അവർ വന്നിട്ട് ആദ്യം തന്നെ ഗേറ്റ് അങ്ങ് കൂട്ടും. ഗേറ്റ് പൂട്ടി പിന്നെ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ലെങ്കിൽ ഒരു 10:30 മണിയാകുമ്പോൾ ലോങ് ബെല്ലടിച്ചിട്ട് സ്കൂൾ വിടില്ല. സമരം ചെയ്യിക്കാൻ കയറാൻ പറ്റില്ല. മാഷന്മാർക്ക് പോലും കയറാൻ പറ്റില്ല. നടന്നു വഴി പോലും മുള്ളു വെക്കും, മുള്ളൊക്കെ കൊത്തി വെക്കും. മനസ്സിലായി, കാരം മുള്ളൊക്കെ കൊത്തി വെക്കും. അത് മാഷന്മാർക്ക് മാഷന്മാർ പോട്ടിക്കുന്നത് SFI ആണ് ശക്തമാണ്. KSU മോശമല്ല. KSU SFIയും. പക്ഷെ KSU ഒന്നും അവരത്രയും ഇല്ലെങ്കിൽ കൂടി എന്നാലും ഒപ്പത്തിനൊപ്പം സമരം രണ്ടാളും വിജയിക്കും.
ABVP ആദ്യമായി ഒരു സമരം നടത്തി. എന്തൊരു ആവേശം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ സമരം കിട്ടുവാണെങ്കിൽ നമുക്കൊരു ആവേശമാണല്ലോ. അങ്ങനെ സമരം നടത്തി. അപ്പോൾ ABVPനെ സമരം വിളിക്കാൻ KSU SFIയും കൂട്ടായി തീരുമാനിച്ചു. രണ്ടാളും തീരുമാനിച്ചു ABVP സംഘടന വേണ്ട, സമരം പൊളിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവർ സമരം പൊളിക്കാൻ തീരുമാനിച്ചെങ്കിലും ഇവർ ഹെഡ് മാസ്റ്ററൊക്കെ പോയി പറഞ്ഞു ഈ സമരം അനുവദിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് സമരം പൊളിക്കണം, തുറന്ന് ഗേറ്റ് തുറന്നിട്ട് കയറണം എന്നുള്ളു. അപ്പോൾ ഇത് പൂട്ടിയല്ലോ. ഈ ചാവി ആരുടെക്ക് ഉള്ളതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ചാവിയുള്ള കുട്ടികളെന്ന് വെച്ചാൽ ഒരു മാരാജി മതിൽ എന്നിട്ട് ഒരു ഓഫീസുണ്ട് ഇവർക്ക്, അടുത്തേക്ക് ഇവർ ഓടിപ്പോയി. കാരണം ഇവർ സമരം ജയിക്കുമോ അല്ലെങ്കിൽ ഇവർ അടിക്കുമോ പേടിച്ചവർ പോയി. അവസാനം ഇവർ സമരം 11 മണിയായപ്പോൾ പിന്നെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു ഇനി സമരം കൊണ്ടുപോകാൻ പറ്റില്ല, സ്കൂളിൽ വിട്ടേ പറ്റുന്നു. അപ്പോൾ ഇവർ പല സംഭവം നോക്കി, 2 സംഘടനകളും ഇത് ആടയ്ക്കാൻ സാവിയുടെ തുറക്കാൻ സാധിക്കുന്നില്ല വന്നപ്പോൾ അവസാനം സമരം ലോങ് ബിൽ അടിച്ചു വിട്ടു. ലോങ് ബിൽ അടിച്ച് വിട്ടാൽ ഗേറ്റ് തുറക്കണം. അപ്പോൾ ഗേറ്റ് തുറക്കാൻ വേണ്ടി ഇവർക്ക് പേടിയായിരുന്നു. എനിക്കിതൊന്നും അറിയുന്നില്ല, ഞാനിതിൽ കക്ഷിയായിരുന്നില്ല. അപ്പോൾ ഞാൻ പുസ്തകം എടുത്ത് ബസ് കയറാൻ വേണ്ടി മുരളി സ്റ്റോറിൻ്റെ അപ്പുറം, മുരളി സ്റ്റോർ എന്നൊരു സ്റ്റോറിൻ്റെ ഗുരുവായൂർ സ്കൂൾ, അതിന് നേരെ അപ്പുറത്ത് അത് ലൈനിൽ നിന്നിട്ടാണ് ബസ് കയറുന്നത്. അവിടെ ബസ് കയറാൻ വേണ്ടി പോയ സമയത്ത് ഈ ഓഫീസ് തന്നെ ഇവൻ വിളിച്ചു, നമ്മളെ ഇന്ത്യയുടൻ ഇപ്പോൾ വീഡിയോകളിലാണ് കമർദാനെ കാണണ്ടായിരുന്നു. രാജീവ് ഒന്ന് പോയിട്ട് തുറക്കുകയും ചോദിച്ചത്, ഗേറ്റ് തുറക്കുകയും. അപ്പോൾ ഇവർ സംഘടിതമായി SFIക്കാരും KSUക്കാരും അവിടെ ഈ തുറക്കാൻ വരുന്ന അടിക്കാൻ നിൽക്കുന്നതിന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഈ തുറക്കലിന്ന് നല്ല ഈ പിള്ളേരുടെ മുമ്പിൽ ഒരു ഗമയാണ്. ഗേറ്റ് തുറന്നു കൊടുക്കുക, നമ്മൾ ലീഡർഷിപ്പിലാണല്ലോ, അപ്പോൾ വലിയ നമ്മൾ തുറന്നു കൊടുക്കുക പെൺകുട്ടികളിൽ നിൽക്കുമല്ലോ. ഗേറ്റ് തുറന്നേ എനിക്ക് ഓർമ്മയുണ്ടായിട്ടില്ല. പിന്നെ അവിടെ എന്നെ സേവ് ചെയ്താരാ വെച്ചാൽ SFIക്കാരനാണ് കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞുതരാം, നമ്മൾ രഞ്ജിത്ത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ ഒരു സഹപാഠിയാണ് SFIയുടെ അതിന് ഇവർ അടിക്കുന്ന കൂട്ടർ തന്നെ ഭീകരമായിട്ടുള്ള മർദ്ദനം, ആദ്യത്തെ മർദ്ദനം കിട്ടും. അപ്പോൾ KSUക്കാർ ഇത് കാണുന്നുണ്ട്, അവർ ഓടി വരുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ എന്നെ രഞ്ജിത്ത് എടുത്തുകൊണ്ടുപോയത്. അവിടെ ഞാൻ പിന്നെ ഈ KSU പിന്നെ യുവജന പ്രസ്ഥാനം ഞാൻ വെറുതെ ഏകദേശം ഒരു നമ്മൾ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് എൻ്റെ പിന്നെ വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി തുഞ്ചത്തായ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇല്ല പ്രീ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഞാൻ ഡിഗ്രിയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല, അന്തരീക്ഷമില്ല സാഹചര്യം. പിന്നീട് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്തൊരാളാണ്. ഞാൻ സെയിൽസ്മാനായിട്ട് ഞാൻ അനശ്വര എൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പുണ്ടായിരുന്നു. അവിടെ ഞാൻ രാവിലെ മുതൽ ഉച്ചവരെ ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് എനിക്ക് ഉച്ചക്ക് മുതൽ വൈകുന്നേരം വരെ ക്ലാസ്. പഴയ ബെഡുള്ളത് ആദ്യത്തെ ഇവരെ ഉല്ലാസമൊക്കെയുള്ള സമയത്തുള്ള ഇവരെ ആരംഭഘട്ടത്തിൽ അവിടെ അന്ന് സെയിൽസ്മാൻ ഞാൻ രാവിലെ ഉച്ച വരെയും ഉച്ചയ്ക്ക് ശേഷം ഉള്ള ക്ലാസ് ഉച്ച മുതൽ വൈകുന്നേരം വരെയൊക്കെ ഞാൻ പോയിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഒരു വരുമാനം കിട്ടുന്ന രൂപത്തിൽ ജോലിക്കാൻ പോയിരുന്നു ആ സമയത്ത്. പിന്നീട് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കാലം എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കാലം ഞാൻ ഈ സെയിൽസ്മാൻ ഫീൽഡിൽ തന്നെ പോയി. അന്നേരം നമുക്ക് നാട്ടിലെ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമെല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ നിൽക്കുന്നത്. പക്ഷേ ആ ജോലിയോടൊപ്പം തന്നെയാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ ആരംഭിക്കുന്നത്. ഞാൻ ഔദ്യോഗികമായി ഞാൻ വന്ന ഭാരവാഹിത്വം യൂത്ത് കോൺഗ്രസിൻ്റെ എളിയാവൂർ മണ്ഡലം സെക്രട്ടറി. അത് കഴിഞ്ഞ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി കഴിഞ്ഞ് പിന്നീട് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി അംഗമായി, പിന്നെ സ്റ്റേറ്റ് കൗൺസിൽ അംഗം എന്നിട്ടൊരു പോസ്റ്റിലേക്കാണ് യൂത്ത് കോൺഗ്രസ് ഉണ്ട്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയായി വരുന്ന കാലഘട്ടത്തിലാണ് രാജീവൻ എളിയാവൂരിലെ നാമകരണം വരുന്നത്. അന്നിരുന്ന് രാജീവൻ എളിയാവൂരൊന്നുമില്ല. 9 വർഷക്കാലം ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി ആകുമ്പോൾ മുൻ രാജീവൻ മാത്രം. മണ്ഡലം സെക്രട്ടറി അത് ഓട്ടോമാറ്റിക്കലി വന്നതാണ്. അത് നമ്മളെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിയെ വന്നതിന് ശേഷം അവർ 2-3 രാജീവന്മാരുണ്ടായിരുന്നു. അപ്പോൾ ആ രാജീവനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി രാജീവൻ എളിയാവുന്ന നാമകരണം അവർ കൊടുത്തതാണ്. യൂത്ത് കോൺഗ്രസ് ഞാൻ ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആയിട്ട് 3 സംസ്ഥാന പ്രസിഡന്റുമാർ. ഒന്ന് നമ്മളെ പിന്നെ KP അനിൽകുമാർ, ഇപ്പം CPMൻ്റെ ഭാഗത്തേക്ക് പോയി. മറ്റൊന്ന് ലിജു, മറ്റൊന്ന് T സിദ്ദിഖ്. ഈ 3 ആളെ കമ്മിറ്റിക്കും യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആയിട്ടും യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റായിട്ട് ഞാൻ ഒരു 9 യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ DCC ഭാരവാഹി ചെയ്തത്. DC ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ്റെ കമ്മിറ്റിക്കകത്ത് ഞാൻ K സുരേന്ദ്രൻ കുറേ കമ്പനി ഞാൻ DCC ജനറൽ സെക്രട്ടറി വരുന്നു. DC ജനറൽ സെക്രട്ടറി വന്ന് ഞാൻ സുരേന്ദ്രൻ്റെ കമ്മിറ്റി ആയാലും സതീശൻ പാച്ചേൻ്റെ കമ്മിറ്റി, അതുപോലെ മാർട്ടിൻ ജോർജിൻ്റെ കമ്മിറ്റിയിലാണ് എനിക്ക് KPC മെമ്പർ സ്ഥാനത്തില്ല ഒരു പ്രൊമോഷൻ കൂടി ലഭിക്കുന്നത്.
ആ സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായി നിൽക്കുമ്പോൾ തന്നെ എനിക്ക് പാർട്ടിക്കകത്തുള്ള സംഘടനാപരമായിട്ടുള്ള 2-3 ഉത്തരവാദിത്തങ്ങളായിട്ട് ഒന്ന് മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി മെമ്പറായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ടെലിഫോൺ അഡ്വൈസറി കമ്മിറ്റി നമ്മൾ അന്ന് നമ്മളെ UPA ഗവൺമെൻറ് 1ാം ഗവൺമെൻറ് ഭരിക്കുമ്പോൾ രാജ എന്ന് പറയുന്ന ടെലികോം മന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ നോമിനിയായിട്ട് ഞാൻ ഈ TSC മെമ്പറായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. അന്ന് AC വേണുഗോപാൽ സാറ് അന്ന് അത് ശുപാർശ ചെയ്ത് എനിക്ക് അസാധ്യത. അതൊന്നും പിന്നെ വലിയ നേട്ടമുള്ള കാര്യം, പക്ഷേ ഒരു അധികാരമാണ്, ഒരു പോസ്റ്റാണ്. അന്ന് ഞാൻ ഈ അതിലിരിക്കുമ്പോഴും ഞാൻ ഈ വിഷയം ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാറുണ്ട്. ടെലിഫോൺ നമ്മളെ BSNLൻ്റെ അന്ന് അതിൻ്റെ കമ്മീഷണർ തമ്പി സാർ എന്നാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ടെലിഫോൺ നമ്മൾ BSNL അന്ന് വലിയ സംഭവം. അന്ന് മുല്ലപ്പള്ളി സാറിൻ്റെ നോമിനി, ബാലാജിയുടെ നോമിനി ഉണ്ടായിരുന്നു. അങ്ങനെ അത് കരുണാകരൻ MP ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അത് പ്രധാനപ്പെട്ട ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു വലിയ ഫോറത്തിൽ ഇരുന്നിട്ടുള്ള മീറ്റിങ്ങിനകത്ത് ഞാൻ പങ്കെടുക്കുന്നത് ഈ കമ്മിറ്റിയിലാണ് ഫസ്റ്റ്. അങ്ങനെ ഈ സ്ഥാനങ്ങളിലേക്ക് അതാണ് രാഷ്ട്രീയത്തിൽ കടന്നു വന്ന പ്രധാന ചോദ്യം അത് തന്നെയാണ്. ഈ പരസ്യ ലോകം വേറൊരു ലോകമാണ്. ഇപ്പോ എന്നും പരസ്യ ലോകം ഒരു മായാ ലോകം. മാധ്യമങ്ങൾ, അത് പ്രിന്റ് മീഡിയ ആയാലും സോഷ്യൽ മീഡിയ ആയാലും ചാനലായാലും, എങ്ങനെ ആ രംഗത്തേക്ക് വന്നു? അത് ആകസ്മികമാണ്. എങ്ങനെയാണ്? ഞാൻ ഈ സെയിൽസ്മാൻ്റെ ജോലി കഴിഞ്ഞതിന് ശേഷം ഞാൻ അനശ്വര വിട്ട് അലാസ്ക എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് വരുന്നു. അവിടെ ഞാൻ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ഇരിട്ടി പോയി. പക്ഷെ 19-20 വയസ്സ് കാലഘട്ടത്തിൽ ഇരിട്ടി ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തി. റെഡിമെയ്ഡ് സ്ഥാപനം. റെഡിമെയ്ഡ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ അന്ന് ഇരിട്ടിയിലെ ഗ്രാൻഡ് ബസാർ എന്ന് പറയുന്ന പ്രഗത്ഭമായ ഷോറൂം തുറക്കുമ്പോൾ മുദ്ര റെഡിമെയ്ഡ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്ഥാപനം തുടങ്ങുന്നു. ഞാൻ മാത്രമല്ല, നമ്മൾ 3 പാർട്ട്നേഴ്സ് ചെയ്തു. അത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതിൻ്റെ കഥ കൂടി പറയുമ്പോണ്ടല്ലോ. അതായത് ആ സ്ഥാപനത്തിന് എൻ്റെ ഈ അലാസ്ക എന്ന് പറയുന്ന ഷോപ്പിൻ്റെ അകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വരുന്നൊരു കസ്റ്റമറുണ്ടായിരുന്നു. കസ്റ്റമറുടെ പേര് ഞാൻ പറയുന്നില്ല. അവർക്ക് ഞാൻ ഈ സാധനങ്ങൾ, സാരികൾ, അവരുടെ സ്ത്രീകൾ, ഒരു മുസ്ലിം കസ്റ്റമറാണ്, അവർ വീട്ടിലേക്ക് ഞാൻ കൊടുത്തു. അത് സെയിൽസ്മാൻ റെസ്പോൺസിബിലിറ്റിയാണ്. ആ സാധനം അതുപോലെ തിരിച്ച് കിട്ടി ഒന്ന് ഉറപ്പ് കൊടുത്തതല്ലത് എൻ്റെ ഉത്തരവാദിത്തം ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എന്നു പറഞ്ഞു എൻ്റെ ഈ മേഖലയിലുള്ള പ്രവർത്തനം അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് പറഞ്ഞു, നിങ്ങൾ പിന്നെ സ്വന്തം ഒരു സ്ഥാപനം തുടങ്ങാൻ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ഫിനാൻസ് എനിക്കത് ഒരു വസ്തു ഒന്നും ചെയ്യാൻ പറ്റാതെ ബിഗ് സീറോ അല്ലേ. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു മോട്ടിവേഷൻ എനിക്ക് അതിൽ ഇടയായി മാറി. ഞാനങ്ങനെ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തി. ഇരിട്ടിയിലാണ് അതിന് നല്ല ഒരു സ്ഥലമൊന്ന് ഞാൻ കണ്ടെത്തി. അങ്ങനെ ഇരിട്ടിയിൽ ഞാൻ പോയി ഒരു ഷോപ്പ് കാണുന്നു. 2 ഷോപ്പ്. അന്ന് വടകര കണ്ണൂക്കാരുള്ളൊരു മമ്മൂട്ടിക്ക എന്ന് പറഞ്ഞ ഉടമസ്ഥൻ്റെ കീഴിലുള്ള ഒരു കോംപ്ലക്സ്, ജംഷീർ കോംപ്ലക്സ്. ഇപ്പോൾ എൻ്റെ സ്ഥാപനം അവിടെ ഉണ്ട്, വേറൊരു പേരിലത്. ഞാൻ പോകുമ്പോൾ നിങ്ങൾ അറിയേണ്ടതൊരു കാര്യമാണ്, തിരിച്ച് വരേണ്ട ബസ്സിന് പോയി എൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ടില്ലാത്ത കാലഘട്ടത്തിലാണ് സത്യമായിരുന്നു. അവിടെ ഞാൻ എന്ത് ചെയ്യുന്നോ, 90,000 രൂപ മാനസം കൊടുത്ത് 2 റൂമിന് 1,80,000 രൂപയാണ്. അന്ന് 1,000 രൂപ റെൻറ്റ്. ആ മാനസം കൊടുക്കാൻ വേണ്ടി ഞാൻ ആ സ്ഥാപനം അന്ന് ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്, ഒന്നുമില്ലാതെ. അങ്ങനെ വന്നതിന് ശേഷം ഞാൻ ഈ സന്തോഷം ഇദ്ദേഹം പങ്കുവെച്ചു. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് ഒഴിവായിപ്പോയി. കാരണം അദ്ദേഹത്തിന് എന്തോ ഒരു ബാഹ്യ സമ്മർദ്ദം വന്നതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു ജോയിൻറ്റ് വെഞ്ചറിലേക്ക് ഇല്ലാതെ വന്നു. പക്ഷെ ഞാൻ പുറകോട്ട് പോയില്ല. ഞാനതിനെ എങ്ങനെയായിട്ടും അത് നടത്തണമെന്ന ആഗ്രഹത്താൽ ഞാൻ ഈ ഇരിട്ടിയിൽ മമ്മൂട്ടിക്കായി സംസാരിച്ചപ്പോൾ, ഒരു റൂമിൻ്റെ മാനസം എനിക്ക് തന്നാൽ മതി, ഒരു റൂമിൻ്റെ മാനസം നിങ്ങൾ 6 മാസം കഴിഞ്ഞ് തന്നാൽ മതി എന്നൊക്കെ പിന്നെ ഒരു എഗ്രിമെൻ്റ് അകത്ത് ഇത് തുടങ്ങാൻ ആരംഭിച്ചു. പക്ഷേ എന്നാലും എനിക്ക് സാധിക്കില്ല. അങ്ങനെ ഞാൻ നമ്മളെ സ്ഥാപനത്തിലുണ്ടായ മറ്റൊരു സെയിൽസ്മാനോട് കാര്യം പറഞ്ഞപ്പോൾ പുള്ളിയും കൂടി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് നമ്മുടെ നാട്ടിലുള്ള ഒരാളുണ്ടായിരുന്നു, അന്ന് ബസ്സിൻ്റെ മുതലാളി. എന്നോട് സ്ഥിരം പറയാം, എന്തെങ്കിലും തുടങ്ങുന്ന എന്നെയും കൂട്ടുന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ അവരോട് പറഞ്ഞപ്പോൾ അവരും വന്നു. പക്ഷെ അവരെല്ലാം ഇതിൻ്റെ അകത്തുള്ള ഒരു ബിസിനസ് കാഴ്ചപ്പാടുള്ള ആളുകളൊന്നും ആയിരുന്നില്ല. ഒരാൾ വന്നത് അയാൾ കുറച്ച് ഫിനാൻസിനൊക്കെ പൈസ കടം മേടിച്ച് വന്നതാണ് എന്നറിയില്ല. ഇത് ഈ ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങിയിട്ടാകുമ്പോൾ അതിനകത്തുള്ള ഏണിങ്സ് നമുക്ക് കിട്ടണമെങ്കിൽ വർഷങ്ങൾ കഴിയണം, ആ സ്ഥാപനം വളർന്നു വരണമെങ്കിൽ. പക്ഷെ നമ്മൾ ഇട്ട പൈസ അപ്പാട് വിടുകയെന്ന് തോന്നുമ്പോൾ ആ സ്ഥാപനം പിന്നെ മുന്നോട്ട് പോയില്ല. ഈ 2 പേരും ആ ഏറ്റുള്ള ആളുകളായിരുന്നു. അങ്ങനെ അവർ ഞാനിത് ആ സ്ഥാപനം ഞാൻ ഉണ്ടാക്കിയത് താഴെ ചുവക്കുന്ന പിക്കപ്പ് ലോറി പിടിച്ചിട്ട് മാഹി പോയിട്ടാണ് ഈ സ്ഥാപനത്തിന് വേണ്ടുന്ന സാധനങ്ങൾ, അതായത് ഇതിൻ്റെ റാക്ക് ഉണ്ടാക്കാനും. മാഹി പോയാൽ കുറച്ച് പൈസ പറഞ്ഞു കിട്ടും. മാഹി പോയിട്ട് രാത്രി ഈ പിക്കപ്പ് വാനിൻ്റെ അകത്ത് അവിടെ നിന്ന് സാധനം വാങ്ങിച്ചിട്ടിട്ടാണ് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ എൻ്റെ
ഇരുട്ടിയിലേക്ക് രാത്രി 2 മണിക്കൊക്കെ കൊണ്ടുവച്ചിട്ടാണ്. കട തുടങ്ങിയിട്ട് എത്ര കാലം നടന്നു കട? 2 വർഷം ഉണ്ട്. 2 വർഷം. 2 വർഷം എന്ന് പറഞ്ഞാൽ വർഷത്തിലാണോ കൂട്ടിയത്? അല്ല, നഷ്ടലാഭത്തിൻ്റെ കാര്യം പിന്നെ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ പറയുക, പിന്നെ നമുക്ക് എല്ലാ സാധനവും കുറേ ആളുകൾ നമുക്ക് ഡംപ് ചെയ്ത്, എനിക്ക് അറിയുന്ന കുറേ ഈ മേഖലക്കകത്ത് ബന്ധമുണ്ട് എന്നുള്ള കുറേ ആളുകളെ നമുക്ക് ബന്ധമുണ്ട്. എങ്ങനെ ഈ പരസ്യ ഏജൻസി തുടങ്ങുന്നത്? അവിടുന്ന് ഞാൻ പിന്നെയും പോകുന്നത് ടെക്സ്റ്റൈൽ ഫീൽഡിൽ തന്നെയാണ്. ടെക്സ്റ്റൈൽ ഫീൽഡിൽ ഞാൻ പിന്നെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു, ഷർട്ടിൻ്റെ ഈ റെഡിമെയ്ഡ് ഷർട്ട് ഡിസ്ട്രിബ്യൂഷൻ എടുത്തു. അങ്ങനെ പിന്നെ ഞാൻ ജൂബിലി ബസ് എന്ന സ്ഥലത്ത് ഒരു വിഘ്നേശ്വര ട്രേഡേഴ്സ് എന്നിട്ട് വീണ്ടും ഞാൻ ടെക്സ്റ്റൈൽസിൻ്റെ സ്ഥാപനം തുടങ്ങി. ഇരുട്ടി തന്നെ? അല്ലല്ല, കണ്ണൂര്. അത് പൂട്ടി കഴിഞ്ഞ് കണ്ണൂരേക്ക് വന്നു. അവിടെ നിന്ന് എൻ്റെ ഏട്ടൻ അന്ന് കോട്ടയത്ത് സ്റ്റെർലിംഗ് ഫാം റിസർച്ച് ഫൈബറിൽ എടുക്കുന്ന ഒരു അഗ്രികൾച്ചർ ഈ ഫെർട്ടിലൈസേഴ്സിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അവിടെ പുള്ളി അവിടെ ഒരു പിന്നെ വലിയ അന്ന് അഡ്വർടൈസിങ് ഏജൻസി നടത്തുന്ന ഒരാൾ, നല്ല ബന്ധുള്ളായിരുന്നു. അവർ കണ്ണൂർ ബ്രാഞ്ചിലാണ് അവർക്ക് ആഗ്രഹം വന്നത്. അങ്ങനെയാണ് അവരുടെ ബീംസ് ക്രിയേറ്റീവ് ഡിസൈനേഴ്സ് എന്ന സാധനമാണ്. എൻ്റെ പല പാർട്ടിക്കാരെ ഫോണിൻ്റെ അകത്ത് ഇപ്പോഴും പേര് ബീംസ് രാജ്യം എന്ന്. ബീംസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. ഇപ്പൊ ഇപ്പന്റെ സ്വന്തം ദേവപ്രിയ കമ്പനിക്ക്. ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ മുദ്രാവാക്യം പരസ്യ ഏജൻസി തന്നെയാണോ? അത് നമ്മളെ എൻ്റെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് മൈത്രി ഗ്രൂപ്പിന്റെ അവരാണ് അതിന്റെ ഡിസൈൻ. അത് LDF വരും, എല്ലാം ശരിയാകും ഉറപ്പാണ്. LDF എന്ന് 2 ക്യാപ്ഷൻ അവരുടെ സംഭാവന. ഇപ്പോഴും അവരെ ഇത്തവണ അവർ തന്നെ. അവര് വലിയ വൺ ഗ്രൂപ്പാണ്. ഇപ്പോൾ കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രബല ഗ്രൂപ്പിൽ ഒന്നാണ് മൈത്രി. ഞാൻ സംസ്ഥാന ജനറൽ. അർബൻ ബാങ്ക് നിങ്ങൾ പറഞ്ഞു വന്ന വഴികൾ, രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാം റെഡി, പക്ഷേ ഈ ഇത്രയും വലിയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തേക്ക് ഞാൻ അർബൻ ബാങ്കിനകത്ത് പാർട്ടിയുടെ നോമിനിയായി കഴിഞ്ഞ 5 വർഷക്കാലം ശ്രീ K. പ്രമോദ് ചെയർമാനായ സമയത്ത് ഞാനതിൽ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു. എൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗത്തിലേക്ക് പോകാൻ. ഞാൻ ആ കാലഘട്ടങ്ങളിലെല്ലാം പിന്നെ എനിക്ക് ബാങ്കിങ് മേഖല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബിസിനസ് പരമായിട്ടെല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്. ബാങ്കിങ് മേഖല എനിക്ക് നല്ല ബന്ധമുള്ള സ്ഥലമായിരുന്നു. എല്ലാം എനിക്കറിയാം. ഒരു ബാങ്കിൽ NBA എന്താണെന്നും ക്യാഷ് ക്രെഡിറ്റ് എന്താണെന്നും കറണ്ട് അക്കൗണ്ട് എന്താണെന്നും സേവിങ്സ് എന്താണെന്നും ഇങ്ങനെയുള്ള ബാങ്ക് ഞാൻ പണ്ട് മുതലേ ഈ ബാങ്കുമായി ചെറിയ ഇടപാടുകളാണെങ്കിലും എല്ലാം ഞാൻ സുതാര്യമായി ട്രാൻസ്പെറൻ്റ് എൻ്റെ ഡീലിങ്സ് എല്ലാം. അതുകൊണ്ട് തന്നെ ബാങ്കിങ് മേഖല എനിക്ക് അറിയായിരുന്നു. പക്ഷേ സഹകരണ മേഖല എനിക്ക് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. നേഷണൽ ബാങ്കുകൾ നല്ല എല്ലാ സമയത്തും ചെറിയ പൈസ സഹായിക്കലും ലോൺ അടക്കലും ലോണും കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ എല്ലാ ബിസിനസ്സിനകത്ത്. അങ്ങനെ അതുകൊണ്ട് ബാങ്കിൻ്റെ മേഖല അറിയാമെങ്കിലും ഈ മേഖലക്കകത്ത് കടന്നു വരുന്നത് പാർട്ടിയുടെ നോമിനേറ്റാണ്. യഥാർത്ഥ പറഞ്ഞാൽ അന്ന് ഡയറക്ടർ ബോർഡിലേക്ക് അംഗമാക്കുന്നത് സുധാകരൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ DCCയുടെ പിന്നെ ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിൻ്റെ അകത്ത് അവർ ഉപേക്ഷ കാട്ടാതെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഡയറക്ടർ ബോർഡ് അംഗമാകുന്നത്. ഡയറക്ടർ ബോർഡ് അംഗത്തിന് ശേഷം പിന്നെ 5 വർഷം കഴിഞ്ഞ് BR ആക്ട് പ്രകാരം 10 വർഷമുള്ള ചെയർമാൻ മാറണമെന്ന് സ്ഥിതി വന്നപ്പോൾ K. പ്രമോദ് മാറുമ്പം അതിൻ്റെ അകത്ത് പിന്നെ ഒരു സീനിയർ മോസ്റ്റ് മാത്രമല്ല ഇത്. അപ്പോൾ ബോർഡിൻ്റെ ഒരു അസസ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഒരു ബോർഡിലിരിക്കുമ്പോൾ, ഒരു ഡയറക്ടർ ബോർഡിലിരിക്കുമ്പോൾ നമ്മൾ വെറുതെ പോയിരുന്ന് ഒപ്പിട്ടിട്ട് നമ്മളെ ഓണററി മേടിച്ച് വരത്തല്ല ഞാൻ ചെയ്യാറ്. ഞാൻ അതിലുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കാറുണ്ട്, പഠിക്കാറുണ്ട്, ഞാൻ എതിർക്കാറുണ്ട്. വ്യൂഹ ഗ്രൂപ്പ് രേഖപ്പെടുത്തുന്ന അങ്ങനെ ആരും ചെയ്യാറില്ല. ചിലപ്പോൾ അതെല്ലാം ആ കാലഘട്ടം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ബോർഡ് നല്ല ബന്ധമാണ്, ചെയർമാൻ നല്ല ബന്ധമാണ് പോലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ തമ്മിൽ അപ്പുറം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴത്തെ നമ്മൾ സ്നേഹബന്ധത്തിൽ കുറവില്ല, പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റഡീഡാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് എന്നെ പാർട്ടി. ഇപ്പം നമുക്ക് 4 ബ്രാഞ്ച്. നമുക്കിപ്പോൾ ഏകദേശം 37 പെർമനന്റ് സ്റ്റാഫുണ്ട്. നമ്മളെല്ലാ ടൗണിൽ തന്നെയാണ്. നമ്മളിതിനകത്ത് ഇപ്പോൾ നമ്മളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നിലവിലുള്ള സിസ്റ്റം സഹകരണ മേഖലയിലാണ് ഇത് നിർമ്മിച്ചെങ്കിലും ബാങ്കിങ് ഫംഗ്ഷൻ എല്ലാം RBIയുടെ അണ്ടറിലാണ്. അത് വേറെ ഏതെങ്കിലും മേഖലയിൽ കൈവച്ചിട്ടുണ്ടോ? ഫിനാൻഷ്യൽ സാമ്പത്തിക ഇടപാടുകൾക്ക് അപ്പുറത്തേക്ക് അർബൻ ബാങ്ക് കൈവച്ചിട്ടുണ്ടോ? ഇല്ല, പറ്റില്ല. നമുക്ക് RBI ഒന്നിനും അനുവാദം തരില്ല. RBI ഇപ്പം നമുക്ക് ബ്രാഞ്ചിന് പോലും അനുവാദം ഉണ്ടെങ്കിൽ FSWM എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ വെൽ സെറ്റിൽമെൻ്റ് ആയി നമ്മൾ അച്ചീവ് ചെയ്താൽ മാത്രമേ അവരതുപോലെ നമുക്ക് അനുവാദം തരും. ഫസ്റ്റ് പ്രഥമ കോർപ്പറേഷൻ ഇലക്ഷൻ്റെ അകത്ത് ഞാൻ സീറ്റ് ആഗ്രഹിച്ചു പോയതല്ല. എൻ്റെ വാർഡിലെ സ്ഥാനാർത്ഥിയുടെ കൺഫർമേഷന് വേണ്ടി K. സുധാകരനൊക്കെ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ മത്സരിക്കുന്നില്ലെന്ന് ചോദിച്ചു. സത്യമാണിത്. ഞാൻ എൻ്റെ ഷാജിയുടെ എൻ്റെ പ്രസിഡൻ്റ് ബാങ്കിൻ്റെ ജീവനക്കാരുണ്ട്.
നമ്മളിപ്പോൾ MP പറഞ്ഞതിനോട് നീ മത്സരിക്കുന്നില്ല, ഞാൻ പറഞ്ഞില്ല, അന്ന് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വീതം നമുക്ക് നമ്മൾ ഔട്ടാണ്. അതിനോട് നീ മത്സരിക്കണം, ഇത് കോർപ്പറേഷൻ ഇലക്ഷനാണ്, സീരിയസ് ഇലക്ഷനാണ്. അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പഞ്ചായത്തിൽ, എലിയാർ പഞ്ചായത്തിൽ അന്ന് കോർപ്പറേഷൻ്റെ ഭാഗമായി വന്നപ്പോൾ 9 വാർഡാണ്, 6 വാർഡ് വനിതയാണ്, പിന്നെയുള്ള 3 വാർഡാണ്, 1 അതിരകാണ്, അതിനെ നിങ്ങൾ ലീഗിന് കൊടുത്തു, പിന്നെ 1 എടച്ചൊവ്വയാണ്, 1 കാപ്പശ്ശേരിയാണ്. എടച്ചൊവ്വ എന്ന് പറഞ്ഞത് അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു അടച്ചു അത് വേണ്ട, അതൊരിക്കലും നിന്നെപ്പോൾ ഒരാൾ മത്സരിക്കേണ്ട സ്ഥലമല്ല, കാപ്പശ്ശേരി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവർത്തകന്മാർ തീയിൽ അതിൻ്റെ ഏരിയ. അതുകൊണ്ട് അപ്പോൾ പുള്ളി കടലാസം പെന്നിനോട് എടുത്ത് എൻ്റെ മുമ്പെന്ന് എഴുതാൻ തുടങ്ങി. പുള്ളി നീ മത്സരിച്ചേ പറ്റൂ, എപ്പോഴും എനിക്കൊരു പൊളിറ്റിക്കലി പ്രൊട്ടക്ഷൻ തന്ന ഒരാളാണ് കേസ് സാർ. അദ്ദേഹം അവസാനം നിർബന്ധം വന്നപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അടച്ചു വന്ന് സംഘടനാ വർക്ക് നടത്താൻ വേണ്ടി ആളുകളുണ്ട് അവിടെ, അതിന് അവർ കോർഡിനേഷൻ കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞു ഞാൻ ജയിക്കാൻ പോകുന്നില്ല. അവിടുത്തെ വോട്ടിംഗ് നില ഞാൻ പരിശോധിക്കുമ്പോൾ 650ഓളം വോട്ടുകൾക്ക് LDF ലീഡ് ചെയ്യുന്ന സ്ഥലമാണ് അന്ന്. പിന്നെ അതൊന്ന് വെള്ളൂർ CPIക്ക് സീറ്റാണ്, CPIയുടെ സീറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പൊളിറ്റിക്സിൽ ജയിക്കാൻ പോകുന്നില്ല ആ തെരഞ്ഞെടുപ്പിൽ, ഞാനവിടെ പാർട്ടി ഉണ്ടാക്കി തന്നെ ഞാൻ അവിടെ മത്സരമുള്ളൂ പുള്ളിയോട്. ലാസ്റ്റ് എല്ലാ സീറ്റ് വിധം കഴിഞ്ഞ് ചർച്ചയെല്ലാം കഴിഞ്ഞ് 1ാമത്തെ കോർപ്പറേഷൻ ഇലക്ഷനൊക്കെ പറഞ്ഞാൽ നമ്മൾ സീറ്റ് ചെയ്ത ദിവസങ്ങളോളം നീണ്ടു നേർച്ചകളാണ്, രാവും പകലും ചർച്ചയാണ്, എല്ലാ തർക്കവും പ്രശ്നങ്ങളാണ്. ഈ വർഷം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, അന്നങ്ങനെയായിരുന്നു. അവിടെ അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു നീ ആടെ മത്സരിക്കരുത്, നിന്നെ പോലത്തെ ഒരാളെ ആടെ മത്സരിപ്പിക്കുന്നത് തെറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അത് ഒരിക്കലും അനക്കാനും സ്ഥലം വേറെ വൃത്തിയുടെ സ്ഥലമാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്, ആ പുള്ളി പറഞ്ഞ വാക്കാണ്. പക്ഷെ ഞാൻ പറഞ്ഞു പക്ഷെ നീ മത്സരിച്ച് ചെയ്യാൻ പറ്റുന്നില്ല വാശി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയത് അന്ന് ശ്രീജാമഠത്തിൽ നമ്മളെ പാർട്ടിയിലേക്ക് വരുന്ന കാലഘട്ടം അപ്പോൾ അദ്ദേഹം അവർ നമ്മളെ വാർഡിലേക്ക് മത്സരിക്കാൻ വന്നു. അപ്പോൾ അവർ എന്നിട്ട് പൊളിറ്റിക്സിൽ ഇല്ലാത്ത ഒരാൾ നിലയ്ക്ക് പുതിയൊരാൾ നിലയ്ക്ക് അവർ വന്നപ്പോൾ അവരെ കൺഫർമേഷൻ വേണ്ടി ഞാനും ഷാജി അന്ന് മണ്ഡലം ബസ് നിലയ്ക്ക് ഷാജി ഞാനും, അപ്പോഴാണ് അദ്ദേഹം എന്നെ നിർബന്ധപൂർവ്വം മത്സരരംഗത്തേക്ക് അടച്ചു വരുന്നത്. ഞാൻ 109 വോട്ടിനാണ് നോക്കുന്നത്, 650 വോട്ടിന് 109 വോട്ട്. ഇല്ല തെരഞ്ഞെടുപ്പ് രംഗത്ത് പിന്നെ ഇത് മാത്രം. ഇപ്പം ഞാൻ ഈ കുടുംബം എൻ്റെ ഭാര്യ ഇപ്പോൾ SBIയിൽ മാനേജറാണ്, സുനയന. അവളെൻ്റെ ഇൻ്റർവ്യൂ കസിനാണ്. അവളാദ്യം എനിക്കൊരു ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ അവളെ ഇഷ്ടപ്പെട്ടത് 18 വയസ്സ് ഞാൻ ഇഷ്ടപ്പെടുന്നു അവൾ അന്ന് തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അത് നമ്മൾ ഡിക്ലെയർ ചെയ്തത് കല്യാണം കഴിക്കുന്നതിന് 2 വർഷം മുന്നേ മാത്രമാണ്. കാരണം വെച്ചാൽ അവർ വലിയ കുടുംബമാണ്, അവരച്ഛനൊക്കെ സിൻഡിക്കേറ്റ് ബാങ്ക് മാനേജർ, അവർ വലിയ 3 പെൺകുട്ടികൾ, നന്നായി പഠിക്കുന്ന കുട്ടികളാണ് അവരേക്ക് ചിലപ്പോൾ നമ്മളെ ഒരു സാഹചര്യം അങ്ങനെ ആക്കി കൊടുത്താൽ, അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തു പോയാൽ ഒരുപക്ഷെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ അവരെ പഠിപ്പിനെ ബാധിച്ചാൽ അത് വല്ലാതെ കുടുംബപരമായ പ്രശ്നങ്ങളാകും. ഞാൻ രഹസ്യമായിട്ട് ചോദിച്ചു എൻ്റെ ഇഷ്ടം, അവൾക്കും അന്ന് ഇഷ്ടമുണ്ടായത്. പിന്നീട് ഡിക്ലെയർ ചെയ്യുമ്പോൾ അറിയുന്നത് ഞാൻ അവളെ കണ്ട അന്ന് പോലെ അവൾക്ക് എന്നോടും ഇഷ്ടമുണ്ടായിരുന്നു. കല്യാണം ആലോചിക്കുന്നതിന് ഡിക്ലെയർ 2002 ഡിസംബർ 29 എൻ്റെ കല്യാണമെങ്കിൽ 2000 ഡിക്ലെയർ ചെയ്തു. അത് അവൾ മൈസൂർ ജയചാമരാജ കോളേജിൽ BTech പഠിക്കുമായിരുന്നു. ഞാനും മൈസൂർ പോയിട്ട് പറയുന്നതിന് മുമ്പേ ഫോണിലൂടെ സംസാരിച്ചു. പിന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാണാൻ പോയി. ഞാനും ഏട്ടൻ്റെ ഭാര്യയും, ഏട്ടൻ എൻ്റെ ഫ്രണ്ടിനെയും കൂടിയാണ്. അങ്ങനെ കാണാൻ പോയി. അപ്പോൾ കാണാൻ പോയപ്പോൾ ഈ കുട്ടി പറഞ്ഞു രാജുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കല്യാണത്തിന് ഞാൻ വില്ലിങ് അല്ല എന്ന് പറഞ്ഞു. അത് അവൾക്കന്നേരം അവൾക്കൊരു വല്ലാതെ ഒരു അസുഖം ഉണ്ടായിരുന്നു കുട്ടിക്ക്. അതെന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖം. അത് ഐഡൻറ്റിഫൈ ചെയ്തൊരു കാലഘട്ടമായിരുന്നു അവൾക്ക്. അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഒരു വലിയ ഫീവർ വന്ന് ഇംഹാൻസ് ബാംഗ്ലൂരിൽ നിന്നാണ് അവർ അത് കൺസൾട്ട് ചെയ്തത് ഐഡൻറ്റിഫൈന്ന്. അപ്പോൾ അതിനുശേഷം പിന്നെ അവർക്ക് എല്ലാ ജോയിൻറ്റുകളും ഭയങ്കര പെയിനാണ്. അന്ന് അവൾ 20 mg സ്റ്റിറോയിഡ് കുട്ടിയാവളാണ്, 20 mg സ്റ്റിറോയിഡ് റൊമറ്റോയിഡ്. അപ്പം അത് കേട്ടപ്പോൾ പിന്നെ തൻ്റെ തീരുമാനം എന്താ വെച്ചാൽ എന്തായാലും ഞാൻ സത്യമാണ് എന്ത് വന്നാലും ഞാൻ ഇവളെ കൂട്ടി കല്യാണം കഴിക്കുന്നതിന് മുന്നേ കൊടിലിപ്പേട്ട എന്ന് പറഞ്ഞത് ഒരു മൊയ്തീൻ വൈദ്യരുണ്ട്. ഞാനിന്ന് രാവിലെ 6 മണിൻ്റെ ലക്ഷ്മി ബസ്സിന് പോകും. അവൾ അവിടെ നിന്ന് വരും, ഇവിടെ വീരാജ്പേട്ടയ്ക്ക്. എന്നിട്ട് കൊടിലിപ്പേട്ട പോയി 4 മണിക്ക് മൊയ്തീൻ വൈദ്യരും കണ്ട് തിരിച്ച് ഞാൻ അവിടെ നിന്ന് അവളെ മൈസൂരേക്ക് അയച്ച് ഞാനവിടെ തിരിച്ച് കണ്ണൂരേക്ക്
ട്രീറ്റ് ചെയ്ത് ക്യൂറബിൾ ആക്കി. അല്ല, അവിടെ അന്ന് ഞാൻ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ഞാൻ പോകുമ്പോൾ എന്നോട് പറഞ്ഞു, വൈദ്യുതി ചോദിച്ചു ഇവിടെ പുറത്തേക്ക് ഇതാരാ ഞമ്മളുടെ കസിനാന്ന് പറഞ്ഞു. പണ്ട് പറഞ്ഞു ഈ കുട്ടിക്ക് ദാമ്പത്യ ജീവിതം പറ്റില്ലെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ വേണം, കാരണം അത് പറ്റില്ല. ഇവിടെ ഡെലിവറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നിക്കൽ ഇവർ ഫുൾ ബെഡാണ്, എന്നിട്ട് വരെ സാധിക്കില്ല. ഈ അസുഖത്തിന് ചികിത്സ ഇത് മാറുന്ന രോഗമല്ല, മാറില്ല. ഇതെപ്പോഴും സ്ഥായിയായി ശരീരത്തിൽ നിൽക്കും. അതിനകത്ത് വേറ്റക്കുറിച്ചിലുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഈശ്വര പ്രാർത്ഥനയും ദൈവവിശ്വാസവും അതുപോലെ എൻ്റെ കർമ്മത്തിനകത്ത് ഞാൻ ഒരിക്കലും കളങ്കം ചെയ്യാൻ ആഗ്രഹിക്കാറില്ല, ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാറില്ല, ആരെയോടും ഞാൻ എന്തെങ്കിലും അവരോട് എന്തെങ്കിലും ഞാൻ ആഗ്രഹിക്കാറില്ല. അങ്ങനെയെല്ലാം ഉള്ള ഒരുപാട് ഇത് ഞാൻ അതിനകത്ത് ഞാൻ അവളോട് പിന്നീട് എൻ്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ ഇവളെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ആരോട് ഇവളെ അച്ഛനും അമ്മ ഇപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ അറിഞ്ഞെങ്കിൽ അച്ഛൻ അമ്മക്കറിയായിരിക്കും, അച്ഛന് പോലും എൻ്റെ അച്ഛനും അമ്മക്കറിയായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ ഒരു വർഷക്കാലം അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഒരു മാസം പോയി ചെയ്ത് അവിടുന്ന് വന്ന് അപ്പോൾ ഞാൻ പിന്നെ ആദ്യമായി പ്രപ്പോസ് ചെയ്തത് തന്നെയാണ് ഈ കുട്ടിയെ ഞാൻ പ്രപ്പോസ്. അപ്പോൾ ഇവർക്ക് എല്ലാം ഇവരെ വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അവർക്ക് ഇവർക്ക് അങ്ങനത്തെ ഒരു ജീവിതം ഇല്ല എന്ന രീതിയിലാണ് അവരെ തീരുമാനം. അങ്ങനെ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. ലൂപ്പസ് അസുഖത്തിൻ്റെ പേരാണ്. അത് പിന്നീട് ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം ആ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിനുശേഷം ഞാൻ പിന്നീട് അന്ന് റുമറ്റോളജിസ്റ്റ് എന്നാണ് നമ്മളെ കോഴിക്കോട് ചേവായൂർ ബിനോയ് ജയപ്പത് റുമറ്റോളജിസ്റ്റിൻ്റെ അലോപ്പതി ട്രീറ്റ്മെൻറ്റും പട്ടാമ്പി തൃത്താല വൈദ്യമഠത്തെ ചെറിയനാരായണൻ നമ്പൂതിരിയുടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് രണ്ടും കൂടി ഒന്നിച്ചാൽ ആരംഭിച്ചു. തൃത്താല അന്ന് ചെറിയനാരായണൻ നമ്പൂതിരി ഉണ്ടായിരുന്നു. ഇപ്പം അവരുടെ മക്കളാണ് വാസുദേവൻ നീലാനന്ദ നമ്പൂതിരിയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവിടെ ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ട് 1 മാസം 15 ദിവസക്കാലം അവിടുത്തെ ധാരിയും അതുപോലെ പിന്നെ മറ്റുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം അഡ്മിറ്റ് ചെയ്തിട്ട് ആരെയും ബുദ്ധിമുട്ടിച്ചില്ല, ആരും അറിഞ്ഞിട്ടില്ല, ഞാൻ തന്നെ ചെയ്യും. എല്ലാ ദിവസവും എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവളെ ഞാൻ 2 മണിക്കൂർ ഇവക്ക് മാത്രം പെടുന്ന ചികിത്സ ചെയ്യണം എൻ്റെ വീട്ടിൽ നിന്ന്. അതെൻ്റെ വീട്ടുകാർക്ക് ഞാൻ ഇപ്പോഴേ ഇങ്ങനെ ഒരു പ്രയാസത്തിൽ എത്തിപ്പോയെന്ന് അവരെ മനസ്സിലുണ്ടാവും. പ്രായമുള്ള അച്ഛനും നമുക്ക് ഉണ്ടാവുന്നില്ല തോന്നലുകൊണ്ടാണ് ഞാൻ അവിടുന്ന് താമസം മാറാൻ ആഗ്രഹിച്ചതും. അങ്ങനെ ഇവളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ പുതിയൊരു വീട്, ചെറിയൊരു വീടുണ്ടായിരുന്നു. ആ വീട് പിന്നെ നമുക്ക് തരാൻ തയ്യാറായപ്പോൾ അത് ഞാൻ SBI IOB നിന്ന് ഒരു 7 ലക്ഷം ലോൺ എടുത്ത് ആ വീട് ഞാൻ റിനോവേറ്റ് ചെയ്ത് അവിടെ താമസം തുടങ്ങിയത് ഇവിടെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിരുന്നു. അങ്ങനെ ചികിത്സ നടത്തി. ഒന്നാമത്തെ എനിക്ക് എൻ്റെ കുട്ടി ഒരു മോനായിരുന്നു. മോൻ 7 മാസമായപ്പോൾ അത് ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു. അന്ന് ബിനോയ് ജയപ്പോളിൽ റുമറ്റോളജിസ്റ്റ് കാണിക്കുന്ന ചേവായൂർ തന്നെയാണ് ശ്രീദേവി എന്നുള്ള ഗൈനക്കോളജി പ്രൊഫസർ, വേണുഗോപാൽ ഡോക്ടർ ഭാര്യ, മെഡിക്കൽ കോളേജ് പ്രൊഫസർ. ഞാനൊരു മാസം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മാസത്തിൽ എല്ലാ മാസവും ഇവളെ ആൻറ്റി-DS DNA CT C33 C4 അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും എവരി മന്ത് ചെയ്യണം, എവരി മന്ത്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ജോലിയിലൂടെ. അല്ല, ആ കുട്ടി 7 മാസം കഴിയുമ്പോൾ എൻ്റെ മോനായിരുന്നു. അപ്പോൾ അവന് ബ്രെയിനിൽ ഫ്ലൂയിഡിൻ്റെ കംപ്ലയിൻറ്റ് വന്നപ്പോൾ അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ. 7 മാസം കഴിഞ്ഞപ്പോൾ അത് റിമൂവ് ചെയ്തു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മോനായിരുന്നു. അപ്പോൾ പിന്നീട് എൻ്റെ രണ്ടാമത്തെ ഈ ഉണ്ടായ മോള് 3 മാസം അവളെ പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്യാൻ 3 ദിവസം ബാക്കിയുള്ളപ്പോൾ അവൾക്ക് ജർമ്മൻ മിസിൽസ് വന്നു. അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു ടെർമിനേറ്റ് ചെയ്ത് വിട്ടു. അന്ന് ഞാൻ ഈ ശ്രീദേവി ഡോക്ടറെ പോയപ്പോൾ ഞാനും ഇവിടെ കരയുന്നു, ഡോക്ടറും കരയാണ്. ഡോക്ടർ കാണുന്നത് വളരെ ഞാൻ നേരിട്ട് കണ്ടു. ഡോക്ടർ നമ്മൾ അങ്ങനത്തെ ഒരു ഇൻറ്റിമസി ആയി. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെ ബിനോയ് ജയപ്പോളിൻ്റെയൊക്കെ പോവാം ഒരേ ദിവസം അങ്ങനെ. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, പിന്നെ എൻ്റെ സിസ്റ്റർക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ അത് അപൂർവങ്ങളിലാണ് കുട്ടികൾക്ക് എന്തെങ്കിലും വരിക, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവാം, ധൈര്യം പറ്റില്ലെന്ന്. അപ്പോൾ ഇവള് ഭയങ്കര പ്രയാസത്തിലാണ്. ഞാൻ എൻ്റെ പൂജാമുറിയിൽ നിന്ന് എനക്കൊരു ഉൾവിളി വന്നിട്ട് സത്യം നമ്മൾ പറയാം. ഞാൻ ആദ്യമായിട്ട് പങ്കുവെക്കുന്ന നവാസ്കേ ഞങ്ങൾ എൻ്റെ ഒരു ബ്രദറപ്പോൾ ഞാൻ കാണുന്നുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്തു. അതാണ് ഇപ്പം എൻ്റെ മോള്, ഒറ്റ മോള്. റിസ്ക് പറഞ്ഞാൽ ആ റിസ്കിനേക്കാൾ കൂടുതൽ
അവളെ റിസ്ക് ആകാൻ കൂടുതൽ എനിക്കുണ്ടായ മറ്റു റിസ്ക് എന്ന് വെച്ചാൽ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇവൾ ഒന്നാമത്തെ പ്രഗ്നൻസിക്ക് പോയത്. ഇത് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. ഡോക്ടർ പറഞ്ഞത് ഈ പ്രഗ്നൻസി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൾ കയ്യും കാലും നടക്കുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ലേബർ റൂമിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ ലേബർ മുമ്പിൽ ഒരു ഉത്സവം ഒരു അവിടെ നിൽക്കുമ്പോൾ മനസ്സ് മരവിച്ചു. ആ വരുന്ന കേസുകൾ അത്രമാത്രമായിരിക്കും, ഭയങ്കര ക്രിട്ടിക്കൽ കോംപ്ലിക്കേഷൻ കേസുകളായിരിക്കും, ഭയങ്കര ദാരുണമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ സാധിക്കും. ഞാൻ ശരിക്കും ഇവളെ എനിക്ക് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ, ലേബർ റൂമിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇവളെ അമ്മ എൻ്റെ അമ്മയുണ്ട് അവളെ അമ്മയുണ്ട്, പക്ഷെ അവരോടൊന്നും എനിക്ക് ഈ കാര്യം പറയാൻ പറ്റില്ല. എനിക്കറിയണ്ടെന്ന് വെച്ചാൽ ഇവൾ കയ്യിൽ നിന്ന് പൊന്തിക്കിട്ടത്, ഒന്ന് കയ്യിൽ നിന്ന് പൊന്തിക്കിട്ടത് കാണാൻ വേണ്ടി അതിനോട് ഞാൻ കാത്തു നിന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ മോനെ ജീവനുള്ള മോനെയൊക്കെ തന്നിട്ടേ അവരത് തിരിച്ചു കൊണ്ടുപോകും. അവർ കുട്ടിയെ സേവ് ചെയ്യാൻ വേണ്ടി അവർ ഇൻക്യുബേറ്ററിൽ കൊണ്ടുപോകും. ആ മോന ഞാൻ ഒറ്റക്ക് അതവർ പിന്നെ അവർ കൊണ്ടുപോയി പിന്നെ അവർ ഇതായി എന്ന് പറയുമ്പം നമ്മൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട് അറിയിക്കും. അപ്പോൾ അത് നോർമൽ ഡെത്താ, അത് 7 മാസം പൂർത്തിയാകാതെ ചെയ്യുന്നു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ കുട്ടിക്ക് പിന്നെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ശരിക്കും നല്ല അന്നത്തെ ദിവസം മെഡിക്കൽ കോളേജിൻ്റെ ഒരു തൂണിൻ്റെ സമീപത്ത് ഞാൻ കരഞ്ഞ് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒരു കപ്പിൽ ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതൊരു അരക്കപ്പ് വെള്ളം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഞാൻ അത്രമാത്രം ആരുമില്ല പങ്കുവെക്കാൻ. ഇന്നലെ നമ്മൾ ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് ബന്ധങ്ങളുണ്ട്. അന്ന് ഇരുന്ന് പങ്കുവെക്കാനോ അല്ലെങ്കിൽ ഇത് പറയാനോ നമുക്കങ്ങനെ ഒരു ആളുകളില്ലാത്ത സാഹചര്യം. അങ്ങനെ ഇല്ലാകൊണ്ടല്ല, നമ്മളാരും ബുദ്ധിമുട്ടിക്കാറില്ല, ഞാൻ ആരും ബുദ്ധിമുട്ടിക്കാറില്ല. അപ്പം പിന്നീട് അത് ഏട്ടൻ വന്നിട്ടാണ് ബാക്കിയുള്ള ഇതിൻ്റെ മറ്റ് അവരെ കുട്ടിയുടെ മറവ് കാര്യങ്ങളൊക്കെ ചെയ്താണ്. മോളിപ്പം അവൾ +2 കഴിഞ്ഞ് അവൾ ഈ നെഫ്റ്റിൻ്റെ എൻട്രൻസ് അനന്യ സുനയന SCNAYAN സുനയന. എനിക്ക് അവസാനം ഇത് ഇരുന്ന് കഴിഞ്ഞപ്പോ ഞാൻ തന്നെ ഒരു വലിയ പ്രതിസന്ധിയിലായി പോയി. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുമോ ഒന്ന് ആലോചിക്കട്ടെ. ആറയുടെ ഏറ്റവും ഭീകരമായ രോഗാവസ്ഥയിലുള്ള ഒരു പെൺകുട്ടി, വിവാഹ ജീവിതം അസാധ്യമാണെന്ന് ഡോക്ടർമാർ വിധി എഴുതുന്നിടത്ത് ചേർത്തു പിടിച്ച ഒരു മനസ്സ്. അപ്പോൾ രാജീവനെ ശരിക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ തലവൻ എന്ന നിലക്കൊക്കെയാണ് ഞാൻ കാണാൻ വന്നത്. ഇപ്പൊ എനിക്ക് ഒരു കാര്യം ബോധ്യമുണ്ട്, ചില റിസ്കുകൾ മനുഷ്യൻ എടുക്കാൻ തീരുമാനിച്ചാൽ ദൈവം കൂടെ നിൽക്കും എന്ന്. വലിയ പ്രശസ്തമായ ഒരു വാക്കുണ്ട്, നിങ്ങൾ ആത്മാർത്ഥമായ ഒരു കാര്യം ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം രാജീവൻ എളയാവൂർ എന്ന മനുഷ്യൻ, രാഷ്ട്രീയ പ്രവർത്തകൻ അവിടെ നിൽക്കട്ടെ, സഹകാരി അവിടെ നിൽക്കട്ടെ, താൻ ഇഷ്ടപ്പെട്ടവളെ ചേർത്തു പിടിക്കാൻ മനസ്സ് കാണിച്ച ഒരു ചെറുപ്പക്കാരൻ. അവളെ ചേർത്ത് പിടിച്ച് നടത്തിയ ചികിത്സ എല്ലാം പറഞ്ഞിട്ടില്ല, ഒരു സിനിമാ കഥ പോലെ പറയാൻ ഒത്തിരി ബാക്കിയുണ്ട്. കാരണം ഇവിടുന്ന് ബിനോജിയെ പോലുള്ള കാണുന്നതിന് മുമ്പ് അതോടൊപ്പം തന്നെ ആയുർവേദ തൃത്താല പോയി ചികിത്സ ചെയ്യുക, ഒരു ഭാഗത്ത് തൃത്താല ചികിത്സ, ഒരു ഭാഗത്ത് ബിനോജി ഒപ്പണിന്റെ ചികിത്സ, ഒരു ഭാഗത്ത് ഗൈനക്കോളജിയുടെ ചികിത്സ. ആദ്യത്തെ കുട്ടി 7-ാം മാസം നഷ്ടപ്പെടുന്നു. ആ കുട്ടി നഷ്ടപ്പെടുമ്പോൾ അമ്മ പിന്നെ എഴുന്നേറ്റ് നിൽക്കില്ല എന്ന് വിധി എഴുതുന്ന ഡോക്ടർമാർ. വിധിയുടെ ഈ വിളയാട്ടങ്ങൾക്കിടയിൽ ആത്മധൈര്യത്തോടെയും ഈശ്വര വിശ്വാസത്തോടെയും ഒരു മനുഷ്യൻ മുന്നേറിയപ്പോൾ ദൈവം കൂടെ നിന്നു, മകളെ കൊടുത്തു, ഭാര്യയെ ചേർത്ത് നിർത്തി, നല്ല കുടുംബജീവിതം നയിക്കുന്നു. ഒരു ബിഗ് സല്യൂട്ട് രാജീവ, നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. പ്രേക്ഷകരെ, നിങ്ങൾക്ക് നന്ദി. ഒപ്പം താങ്ക് യു.